യൗവനക്കാരൊക്കെ കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ തോട്ട് പ്രോസസ്സിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ചുരുക്കമായിട്ട് പറയാനോട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സയൻസ് എന്തൂസിയാസ്റ്റ് ആയിരുന്നു. സയൻസ് എന്തൂസിയാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ സേഫായിട്ടുള്ളൊരു വാക്കാണ്. ശാസ്ത്രത്തോട് ഒത്തിരി സ്നേഹമുള്ള, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുവിധം നല്ലപോലെ പഠിക്കുമായിരുന്നു. ഒരുവിധം നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരുവിധമൊക്കെ നല്ല മാർക്കോടെ പാസ്സായാണ് ഞാൻ ഡിഗ്രി ഫിസിക്സ് BSc ഫിസിക്സ് വരെ എത്തിയത്. 2ാം വർഷം സയൻസ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഞാൻ ശാസ്ത്രം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും എൻ്റെ കണ്ടെത്തലുകൾ ഒരിക്കലും തീരുന്നില്ലെന്നും എനിക്ക് മനസ്സിലായത്. അതിൻ്റെ കാരണം ഞാൻ അറ്റൻഡ് ചെയ്തൊരു സെമിനാറാണ്. അതൊരു സയൻസ് സെമിനാറായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡെലിഗേറ്റ് ചെയ്ത് ഞങ്ങളെ വിട്ടതാണ്. അപ്പോൾ സെമിനാറിലൊരു മനുഷ്യൻ ശുശ്രൂഷിക്കാന്ന് പറയാൻ പാടില്ലല്ലോ, പ്രസംഗിക്കുമായിരുന്നു. നമ്മുടെ ഭാഷ ഇതിങ്ങനെ എല്ലായിടത്തും കയറി പോകുന്നു. ഒരു IIT എന്നുള്ളൊരു പ്രൊഫസർ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവം പറഞ്ഞു ലെറ്റ് ദെയർ ബി ലൈറ്റ്. അപ്പോൾ ഐസക് ന്യൂട്ടൺ ഉണ്ടായി. പുള്ളി പറയുന്നത് കേട്ടോ. ഐസക് ന്യൂട്ടൺ വന്നിട്ട് ഭൂമി എങ്ങനെ കറങ്ങുന്നതെന്നും സൂര്യൻ ഇപ്പോൾ വീഴാത്തത് എന്താണെന്നും ദൂരോട്ട് പോകാത്തത് എന്താണെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വണ്ടി തള്ളിയാൽ എന്തുകൊണ്ടാണ് അത് പോകാത്തത്, മുമ്പോട്ട് പോകാത്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. വണ്ടിയൊന്നുമില്ല, പക്ഷേ കുതിരവണ്ടി ആയിക്കോട്ടെ, ഓക്കെ. അല്ലെങ്കിൽ ഒരു ആപ്പിൾ താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ഭൂമിയുടെ മോഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുവരെ അറിയാൻ വയ്യാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു തന്നു. അപ്പോൾ അതിനുശേഷം ശാസ്ത്രത്തിൻ്റെ വലിയ റെവല്യൂഷനായിരുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലെ സത്യങ്ങൾ മുഴുവൻ, ചലന നിയമങ്ങൾ മുഴുവൻ, ഗ്രഹങ്ങൾ എങ്ങനെയാണ്, സൂര്യൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായ വിവരം, നോളജ് എക്സ്പ്ലോഷൻ ഉണ്ടായി. ആൾക്കാരെല്ലാം പതുക്കെ ശാസ്ത്രത്തെ വലിയൊരു സംഭവമാക്കി മാറ്റി. ഒത്തിരി ശാസ്ത്രജ്ഞന്മാരുണ്ടായി. പിന്നീട് കണ്ടുപിടുത്തങ്ങളുടെ ഒരു ബഹളമായിരുന്നു. 1500 മുതൽ 1900 വരെ, 1950 വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ കണ്ടുപിടിച്ചു. ആവി എഞ്ചിൻ ഉൾപ്പെടെയുള്ള അനേകം ബൾബ്, ഇലക്ട്രിസിറ്റി, അനേകം സാധനങ്ങൾ കണ്ടുപിടിച്ചു. നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോയി. അങ്ങനെ നിരീശ്വരവാദം ഉണ്ടായി, ഭൗതികവാദം, പലതരത്തിലുള്ള ഭൗതികവാദങ്ങളുണ്ടായി, പലതരം മാനുഷിക സങ്കല്പങ്ങളുണ്ടായി. ഏറ്റവും വിചിത്രമായിട്ട് പറഞ്ഞാൽ പരിണാമവാദം എന്ന് പറഞ്ഞൊരു സാധനം ഈ ഭൂമിയിൽ ചിലവായി. അത് ഭയങ്കര അത്ഭുതമാണ്, അതെങ്ങനെ ചിലവായി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ലെറ്റ് ദെയർ ബി ഡാർക്ക്നെസ് അഗെയിൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. പുള്ളിയൊരു പ്രസംഗം കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞു, ന്യൂട്ടൺ പറഞ്ഞാലേ ശരിയാണ്, അതൊരു ഫ്രെയിം വർക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ വേറൊരു ഫ്രെയിം വർക്കിൽ നോക്കുമ്പോൾ അത് ശരിയല്ല, എല്ലാം ആപേക്ഷികമാണ്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ട് കാണും. പക്ഷെ വേറൊരു ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന ട്രെയിനകത്തിരുന്നാൽ ഇത് അതിനേക്കാളും പല മടങ്ങ് സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഏത് പാരഡൈം വെച്ചാണോ നോക്കുന്നത് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ആൽബർട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പരിമിതമായ ഒരു കണ്ണും പരിമിതമായ ഒരു തലയും വെച്ചുകൊണ്ട് പരിമിതമായ ഒരു കാഴ്ച മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്. ഇപ്പം അനന്തമജ്ഞാതം അവർണ്ണനീയം കേട്ടിട്ടുണ്ടോ പാട്ട്? ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന് പണ്ട് ഒരു കവിത. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഈ ട്രൂത്തിൻ്റെ അവസാനത്തിലെത്താൻ പറ്റില്ല. ശാസ്ത്രം എപ്പോഴും സത്യം പറയുന്നത്, പക്ഷെ അവർക്കറിയാവുന്ന സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഓരോ കാലം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ നല്ല സങ്കേതങ്ങൾ വരുമ്പോൾ അവർ കുറച്ചുകൂടെ വേറൊരു ട്രൂത്ത്, അതായത് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ ട്രൂത്തിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആദ്യമൊക്കെ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് മണ്ടന്മാരായി പോയവരെ ഒരു 500 വർഷം കഴിഞ്ഞ് ചിന്തിക്കാനൊരു സമയം കിട്ടുവാണെങ്കിൽ അയ്യോ ഞങ്ങൾ ഇത്രയും പൊട്ടത്തരം വിശ്വസിച്ചിട്ട് ബൈബിളെല്ലാം തള്ളിക്കളഞ്ഞു പോയല്ലോ എന്നവർ ചിന്തിക്കില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത എന്താണ്, എല്ലാം ആപേക്ഷികമാണെങ്കിൽ ലോകത്ത് സത്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇപ്പോൾ ആൾക്കാരെങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അതാ വിശ്വാസമെങ്കിൽ നിങ്ങൾ അവനെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? അവൻ ആ വഴിക്ക് അവൻ്റെ ദൈവം അത്, എൻ്റെ ദൈവം ഇത്. ഇതാണ് ട്രൂത്തിന് വലിയ വാല്യൂ ഇല്ല ഇന്ന്. നിങ്ങൾക്കറിയോ, പണ്ട് ഈ ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ബൈബിളിൽ ഇങ്ങനെയാണെന്ന് ഒരാൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഉടനെ പോയി അച്ഛന്മാരോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇട്ടിട്ട് പോരും. ഇങ്ങനെ ഈ പൂർവികന്മാരൊക്കെ ഓർത്തഡോക്സ് ചർച്ചും മർത്തോമ ചർച്ചും ഒക്കെ വിട്ടിട്ട് പോകുന്നത്. സത്യത്തിൻ്റെ വെളിപ്പാട് അവരെന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. ഇന്ന് ആരും വെളിയിറങ്ങത്തില്ല. ഇന്ന് എല്ലാവരും സത്യം അറിയാൻ സ്നാനപ്പെടാൻ അതിനകത്ത് തന്നെ നിൽക്കും. കാരണം അവരെ സത്യം സ്വതന്ത്രമാക്കുന്നില്ല. എന്തുകൊണ്ടില്ല? അവർക്കത് മതി. അവർ ട്രൂത്തിന് വലിയ വാല്യൂ ഇല്ല. ആ ട്രൂത്ത് അറിഞ്ഞെന്നുള്ളത് എൻ്റെ ജീവിതത്തെ മാറ്റുന്നതേ ഇല്ല. ഇന്ന് ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നു, പല കാര്യങ്ങളും നിങ്ങൾ കേട്ടാലും കൊള്ളാം കേട്ടോ, നല്ല പ്രസംഗം എന്നുള്ളത് അല്ലാതെ ഈ ട്രൂത്ത് നമ്മളെ മാറ്റുന്നില്ല. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
ഒരു ഉദാഹരണം പറഞ്ഞാൽ, 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ബയോളജി ക്ലാസ്സിലിരിക്കുമ്പോൾ ബയോളജി സാർ ചോദിക്കുകയാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്, അവൻ എന്ത് പറയും? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് പറയും? യുഗങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ, ബഹുസഹസ്രം വർഷങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ ഒരു പ്രൈമേറ്റ് രൂപഭേദം വന്ന് പരിണാമം വന്നാണ് ഇന്നത്തെ മനുഷ്യനുണ്ടായെന്ന് പറയും അല്ലേ? അതേ സാർ, അതേ കുട്ടി പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ ഇതേ ചോദ്യം സാർ ചോദിച്ചാൽ ഇവൻ എന്തെഴുതും? ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ രൂപം മെനഞ്ഞെടുത്ത് അതിനുമേൽ ജീവശ്വാസം ഊതി അത് ജീവനുള്ള ദൈവം. ഇതിലേതാ ശരി? ഇവിടെ ഇത് ശരി, അവിടെ അത് ശരി അല്ലേ? അവിടെ പോയി ഇത് എഴുതിയാൽ നമ്മൾ പോലും സമ്മതിക്കില്ല. എടാ മാർക്ക് പോകൂടാന്ന് പറയും. കാരണം കോമ്പറ്റീഷൻ അതുപോലെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ്. പക്ഷെ ട്രൂത്ത് എന്താണ്? അവനതറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ അവിടെ സംഗതി ശരിയാവണം, ഇവിടെ സംഗതി ശരിയാവണം. അവിടുത്തെ 5 മാർക്ക് പോകരുത്, ഇവിടുത്തെ 5 മാർക്ക് പോകരുത്. ഇതിനകത്ത് ട്രൂത്ത് എന്താണ്? ആ ട്രൂത്തിന് വേണ്ടി നിൽക്കാൻ ഇന്ന് കപ്പാസിറ്റി ഇല്ല പിള്ളേർക്ക്. പിള്ളേർക്ക് മാത്രമല്ല, ആർക്കും ഇല്ല. കാരണം നമ്മൾ ആരെയും അപ്സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളല്ലേ ഈ പോകുന്ന പോക്ക് ഇതിങ്ങനെ സുഖമായിട്ട് അങ്ങ് പോയാൽ മതി. നമ്മുടെ ആഗ്രഹം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇപ്പം ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്ന ഒരാൾ ഓർത്തഡോക്സ് ചർച്ച് വിഗ്രഹാരാധനയാണ്, അത് കർത്താവിന് വിരോധമാണ് എന്ന് മനസ്സിലായാലും പാവങ്ങളല്ലേ, അവർ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാനും കൂടെ പോയി ഇത്തിരി അപ്പം നുറുക്കി എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ട് പോന്നേക്കാം. നല്ല പാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. അതനുസരിച്ച് സത്യത്തെ ഭയപ്പെടാത്തവരും സത്യത്തിന് വേണ്ടി വില കൊടുക്കാത്തവരും ആയിക്കൊണ്ടിരിക്കുക. അത് ട്രൂത്തിന് വാല്യൂ ഇല്ലാത്ത ഒരു കാലമായിട്ടിത് മാറിക്കൊണ്ടാവും. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അതാണ്. മനുഷ്യൻ സത്യത്താൽ പിടിക്കപ്പെടുന്നില്ല. മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള ബുദ്ധി കൊണ്ടുള്ള തോട്ട് പ്രോസസ്സ് ഇന്ന് സാധിക്കില്ല. കാരണം മനുഷ്യർ വളരെ ബലം കുറഞ്ഞവരും യന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായിട്ട് ഓൾറെഡി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 47, 64 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചാടി പറയുമായിരുന്നു 111. പക്ഷെ ഇന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് കാൽക്കുലേറ്റർ ഇല്ലാതെ പറ്റത്തില്ല. നമ്മുടെ കഴിവുകളെല്ലാം പോയി. നമുക്ക് നടക്കാൻ ഇന്നൊരു 50 മീറ്റർ ദൂരെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ദൂരെ ഇട്ടേക്കെന്ന് നമുക്ക് തോന്നുന്നേ. അന്ന് 5 കിലോമീറ്റർ സുഖമായിട്ട് നടന്നിട്ട് പോകുന്നവരാ. ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ട് യൂട്യൂബ് കണ്ടാലും വീഡിയോ, TV തുറന്നാൽ അത് ഈ സ്ക്രീനിലെ മോഷൻസ് വീഡിയോസ് കണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള ടൈമോ. കാരണം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ പുസ്തകം വായിച്ചു, ഈ വിധം പ്രത്യാശയുള്ളവരെ ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. അവിടെ നിന്നിട്ട് എന്താണ് പ്രത്യാശ, എന്താണ് പ്രാഗൽഭ്യം ചിന്തിക്കാം. വേണമെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം. വീഡിയോ കാണുമ്പോഴോ വിട്ടടിച്ച് പോവാം. നമുക്ക് ചിന്തിക്കാൻ അവർ സമയം തരുന്നില്ല. ഒരു ഫ്രെയിം അടുത്ത ഫ്രെയിം ഇങ്ങനെ അങ്ങ് പോവാം. ഇപ്പോൾ പിള്ളേർക്കിപ്പോൾ വായിക്കാൻ ഇഷ്ടമില്ല. അവർക്ക് ഇതിനു വേണ്ടി ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു, മോൻ ഈ പുസ്തകം വായിക്കാൻ പറഞ്ഞു, വായിച്ചിട്ട് എൻ്റെ കഥ പറഞ്ഞാൽ മതി. കഥയല്ല, സാരാംശം. ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നില്ല, ഇനി സൗകര്യമുണ്ട് വായിച്ചാൽ മതി. ഈ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമ്മുടെ ബ്രെയിനിനെ അത് സ്വാധീനിക്കുന്ന പോലെ ഒരിക്കലും കാഴ്ച സ്വാധീനിക്കില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാഴ്ചയാണ് സ്വാധീനിക്കുന്നത്. നല്ല കാഴ്ച ഒന്നേ ഉള്ളെങ്കിൽ സ്വാധീനിക്കുമായിരുന്നു. ഇത്രയും കാഴ്ചകളിടയിൽ നമ്മുടെ ഈ സെൻസസ് ഭയങ്കരമായിട്ട് നമ്പാണ്. ഒരാൾ കരയുന്ന കണ്ടാൽ ഇത് സീരിയൽ കണ്ടിട്ടുള്ള കരച്ചിലാണ്, വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഞാനൊരു ദിവസം ഇത് മനസ്സിലാക്കിയത്, ഞങ്ങളുടെ വീട് ഇടുക്കിയിലാണ്, രാജാക്കാട്ടിലാണ് എൻ്റെ പേരൻസ് താമസിക്കുന്നത്. അവിടെ 2 മലയുണ്ട്. മല്ലപ്പള്ളിക്കാരനാണ് എൻ്റെ ഫാദറെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് താമസിക്കുന്നു. ഇപ്പോൾ 2 വലിയ മലകളുണ്ട് ഞങ്ങളുടെ വീടിന് മുമ്പിൽ. ഒരു ദിവസം നോക്കിയപ്പോൾ ആ മുകളിലത്തെ മലയിൽ നിന്ന് ഒരു ജീപ്പ് താഴെ വന്ന് കറങ്ങി താഴത്തെ മലയിൽ വന്ന് വീണു. അന്നത്തെ ആൾക്കാരുണ്ട്, ഫുൾ ആൾക്കാരുണ്ട് വലിയ. പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഈ കാഴ്ച ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ചെറുപ്പകാലത്ത് നടന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോഴും ഇത് കണ്ടും മടുത്തവർ അല്ലെ കേട്ടും മടുത്തവർ, മനസ്സിലാക്കി മടുത്തവർക്ക് ഇതൊരു കാഴ്ചയാണ്, ജസ്റ്റ് ഒരു കാഴ്ച. നമുക്ക് ഓടിപ്പോയി സെൽഫി എടുക്കാൻ തോന്നുന്നു. കാരണം അതിനകത്തൊരു വേദന, ആളുടെ വേദനയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അനേകം കാഴ്ചകളുണ്ട്, നമുക്ക് ജെന്യുവിനായിട്ടൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല. ഈ ഇമോഷണൽ കപ്പാസിറ്റി, വേറൊരാൾക്ക് വേണ്ടി കരയാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിയോടെ ചിന്തിക്കാനോ പറ്റത്തില്ല. കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. നടക്കാനോ ഓടാനും പറ്റത്തില്ല. ഇപ്പം ഞാനിത്ര തടിയനാണെങ്കിൽ എനിക്ക് എത്ര കിലോമീറ്റർ നടക്കാം. കാരണം ചെറുപ്പത്തിലെ ഞങ്ങൾ നടന്ന് ഇടുക്കിയിലൂടെ മലയും കയറി നടന്നുകൊണ്ട് ഐ ക്യാൻ വാക്ക് വിത്ത് യു എനി ഡിസ്റ്റൻസ്. ഈ തടി വെച്ചോണ്ട് സുഖമായിട്ട് ഇത്ര ദൂരം വേണം നടക്കാം. പക്ഷേ ഈ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ചിന്താശക്തികളെ വരെ ഇന്ന് ശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ശുദ്ധമായ മലയാളം പറയുന്നവരില്ല അല്ലേ? ശുദ്ധമായ ഇംഗ്ലീഷ് പറയുന്നവരുണ്ടോ? ഇല്ല. അത് മാനിപ്പുലേഷൻ, അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
ഇവരാരും ആ ലിറ്റററി സെൻസിലുള്ള കറക്റ്റ് ഭാഷ പറയുന്നിരുന്നു വളരെ കുറവ്. ഒരു പോയം എഴുതാൻ പറ്റുന്നവർ വളരെ കുറവാണ്. എല്ലാ സ്കില്ലുകളും തകർന്നു. ഇന്ന് മനുഷ്യർക്ക് സ്കില്ലില്ല. ആ സ്കില്ലെല്ലാം ഇന്ന് ചെയ്യുന്ന വേറെ ആൾക്കാർ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സത്യത്തെ അഭിമുഖീകരിക്കാൻ, അതിനെ സ്വാംശീകരിക്കാൻ, അതിനാൽ സ്വതന്ത്രരാക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാജയം. ഇപ്പം എന്താണ് ട്രൂത്ത് നമുക്ക് മനസ്സിലായാലും നമുക്കതിനുള്ള ശക്തിയില്ല, അതിനെതിരെ നിൽക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്നതിനെതിരെ ചിന്തിക്കാനോ ഒന്നുമുള്ള ശക്തിയില്ലാതെ നമ്മൾ അടിമകളെ പോലെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു പീർ പ്രഷർ നമ്മുടെ മുകളിൽ. അവരെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, കർത്താവിന് വേണ്ടി മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാകാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ആ ധൈര്യം നമുക്ക് തരുന്നത് ഒരു ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് എന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ ഫെയ്ത്ത്? എന്താണ് ശരിക്കും നമ്മളെ രക്ഷിക്കുന്ന, നീതിമാന്മാരാക്കി മാറ്റുന്ന, വിശുദ്ധീകരിക്കുന്ന ഫെയ്ത്ത്? ഞാൻ ആ സാക്ഷ്യം പൂർത്തിയാക്കിയില്ല. ഈ സെമിനാർ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് മടങ്ങുന്ന വഴിക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, എല്ലാം ആപേക്ഷികമാണെങ്കിൽ എന്താണ് ട്രൂത്ത്? സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ KSRTC വണ്ടിയിൽ ഇങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഐഡിയ വന്നു. അന്ന് വേദപുസ്തകം ഒക്കെ എടുക്കും വായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന റൈച്ചസ്നെസ്, നീതി, ആപേക്ഷികമല്ല, പെർഫെക്റ്റാണ്. അതിൻ്റെ കാരണം, ലോകത്തിൽ ആർക്കും ഈ നീതിയെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. യേശുക്രിസ്തു പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു നീതിയെ കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള ഒരു സ്നേഹം ആർക്കുമില്ല. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ കർത്താവ് തന്ന നീതി എന്താണ്? മരിക്കുന്നവരെ സ്നേഹിക്കുക. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മരിക്കുന്നവരെ ക്ഷമിക്കുക, മരിക്കുന്നവരെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് ഒരു നീതി സങ്കല്പിച്ച് നോക്കിയേ, ആർക്കും പറ്റത്തില്ല. കാരണം മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനം. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോബ്ലം ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രോബ്ലം. മരണം വരെയുള്ള ഈ നീതി, കർത്താവ് അങ്ങനെയായിരുന്നല്ലോ. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. ഇതിലേത് കള്ളനാണ് മാനസാന്തരപ്പെട്ടത്? അതറിയത്തില്ല. ഏതോ സൈഡിൽ കിടന്ന കള്ളൻ. യാക്കോബക്കാർ പറയുന്നത് ഓർത്തഡോക്സ് പറയുന്ന വലതുവശത്തെ കള്ളനാണ്, നമുക്കറിയത്തില്ല. അപ്പൊ ഈ കള്ളൻ മാനസാന്തരം, ആദ്യം പുള്ളിയും ദുഷിച്ച് പറഞ്ഞ ആളാണ്, പിന്നെ പുള്ളി പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരപ്പെട്ടത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ ദുഷിച്ച് പറഞ്ഞ ആള് ലൂക്കോസിന്റെ സുവിശേഷമായപ്പോഴേക്കും എങ്ങനെ മാനസാന്തരപ്പെട്ടു? അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി നോക്കിയപ്പം അവൻ മാനസാന്തരപ്പെട്ടില്ല, ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മത്തായിയൊക്കെ ഓടി രക്ഷപ്പെട്ടു പോയി. ലൂക്കോസ് വന്ന് പിന്നെ ഐ വിറ്റ്നസസിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവൻ ഒരുത്തൻ അതിനകത്ത് മാനസാന്തരപ്പെട്ട. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാനാണ് ആ മാനസാന്തരപ്പെട്ട കള്ളനെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു സാഹചര്യം? നമ്മൾ ഇന്ന് റോമൻ കത്തോലിക്കർ ചിന്തയിട്ട് വെച്ചിരിക്കുന്ന പോലത്തെ നല്ല വെടിപ്പുള്ള ക്രൂശൊന്നും അല്ലത്. അത് റഫ് വുഡ് കൊണ്ട്, മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രൂശാണ്. അവിടേക്ക് ഒരുത്തിനെ കെട്ടിത്തൂക്കിയിട്ട് ആണി അടിച്ച് കെട്ടിത്തൂക്കിയുള്ള അവസ്ഥ ശ്വാസം വിടാൻ പറ്റാത്ത വേദനയാണ്. ശ്വാസകോശം കൊളാപ്സ് ആയിട്ടാണ് അവരവിടെ കിടന്ന് ശ്വാസം വലിക്കുന്നത്. ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പം എൻ്റെ അടുത്ത് കിടക്കുന്ന കർത്താവാണെന്നും സകലത്തെ അധികാരമുള്ളവനും സൃഷ്ടിച്ചവനും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ആളുമാണെന്ന് എനിക്ക് മനസ്സിലായാൽ, ഞാനൊക്കെ അവിടെ കിടന്ന് ശ്വാസം വലിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും കർത്താവിനോട് ചോദിക്കുന്നത്? എന്തായിരിക്കും ചോദിക്കുന്നത്? കർത്താവേ, നിന്റെ അവസാനത്തെ അടയാളമായിട്ട് എന്നെ ഈ ക്രൂശിൽ നിന്ന് ഇറക്കി വിട്ടാൽ, അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. എനിക്കെൻ്റെ മക്കളെ കാണണം, ഭാര്യയെ കാണണം, എന്നെ ഒന്ന് ഇറക്കി വിട് കർത്താവേ, അങ്ങനെയല്ലേ പറയുള്ളൂ. നീ എന്നെ ഇറക്കി വിട്ടാൽ, നീ എന്നെ രക്ഷിച്ചാൽ, ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ ട്രാക്റ്റും എടുത്തുകൊണ്ട് നിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നോളാം. നേർച്ച പറയലേ? ഇവനത് പറഞ്ഞില്ല, ഞാനാണെ പറഞ്ഞേ. അവൻ പറഞ്ഞില്ലെന്നറിയാം, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാലും ഞാൻ കുറെ കഴിയുമ്പോൾ പാപിയായിട്ട് ജീവിച്ച് മരിച്ച് നശിച്ച് നരകത്തിൽ പോത്തേ ഉള്ളൂ. അതിലും ഭേദം നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കാം എന്നൊരു വാക്ക് പറയുവാണെങ്കിൽ എനിക്ക് മരിക്കാൻ സന്തോഷമുള്ളൂ. എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കർത്താവ് രാജത്വം പ്രാപിച്ചു വരുമെന്ന് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളം പറയാണ്,
നീ രാജത്വം പ്രാപിച്ചു വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് മരിക്കാനും പേടിയില്ല, എനിക്ക് ജീവനോട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്താൽ മതി. ഞാനിത് വായിച്ച അക്ഷരാർത്ഥത്തിൽ കിടുങ്ങിപ്പോയി. നിങ്ങൾ ഏത് വചനം വായിച്ചിട്ട് ഒന്നും കൂടെ ചിന്തിച്ച് നോക്കി, എന്താ ഡീപ്പാന്നറിയോ ഓരോ വചനവും. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? ഇവൻ അവിടെ നോക്കുമ്പോൾ ക്രൂശിൽ കാണുന്ന നീതി, റൈച്ചസ്നെസ് എന്ന് പറയുന്നത്, അത് ഒരു മനുഷ്യനും സാധിക്കാത്തൊരു നീതിയാണ്. മരണം വരെ നിലനിൽക്കുന്ന സ്നേഹം, കുത്തുന്നവനോട് കരുണയോടെയാണ് കർത്താവ് നോക്കുന്നത്. ഒരു പിറുപിറുപ്പുമില്ല, ഒരു നഷ്ടവുമില്ല. അവിടെ ഇരുന്ന് കുശുമ്പ് പറയുന്നവൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന കർത്താവാണ്, ഇവനേക്കാളും കൂടുതൽ. കാരണം പുറമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്, തലയിൽ മുൾക്കിരീടമുണ്ട്, അതിഭയങ്കരമായ വേദനയും നിന്ദയുമുണ്ട്. തന്നെയുമല്ല, കർത്താവ് ദൂതന്മാരുടെ ആരാധന അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വർഗത്തിലെ സകല മഹത്വമുള്ള രാജാവായ ദൈവമായിരുന്നു. ആ ദൈവമാണ് ആ മഹത്വം വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ട്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എപ്പോഴും ദൈവമായിരിക്കും. ദൈവത്തിന് കുറെ കഴിയുമ്പോൾ ദൈവം അല്ലാതാകാൻ പറ്റില്ല. കാരണം ദൈവം എന്നൊന്നും അനന്യൻ ഒരേ. അപ്പൊ ക്രൂശിൽ കിടക്കുമ്പോഴും ദൈവമാണ്, പക്ഷെ ഗ്രേസ് ഉണ്ട്. ഈ ഗ്ലോറി എന്ന് പറഞ്ഞ സാധനം, തേജസ്. അപ്പൊ കർത്താവിന്റെ തേജസ് നമ്മളവിടെ കാണുന്നില്ല. ഏത് തേജസ് കാണുന്നില്ല? ഈ സ്വർഗത്തിൽ ദൂതന്മാർ പോലും മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുന്ന യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായത്തിൽ പറയുന്ന ഉസിയ രാജാവ് മരിച്ചാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്ന യേശുക്രിസ്തുവിനെ, നിങ്ങൾക്കറിയാം, അന്ന സിംഹാസനത്തിലിരുന്ന യേശുക്രിസ്തുവാണ്, പിതാവായ ദൈവമല്ല. കാരണം പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. പക്ഷെ നമ്മൾ അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സാക്ഷിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ തേജസ്സിലിരുന്നു. അപ്പൊ യെശയ്യാവ് കണ്ട 2 കാഴ്ചകളിൽ ഒരു കാഴ്ച യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചും, മറ്റേ കാഴ്ച തകർന്ന ഒരു എന്താ പറയുന്നത്, ദാസനെ പോലെ പുറമുഴുവുചാല പോലെ കീറിയവനായി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റ് കിടക്കുന്ന, മനുഷ്യനല്ലെന്ന് തോന്നുമാറ് മനുഷ്യക്കോലം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന കർത്താവിനെയാണ്. ഈ 2 കാഴ്ചകളാണ് യെശയ്യാവിന്റെ പ്രവചനത്തെ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. അതിന്റെ തുടക്കത്തിൽ അതും അവസാനിക്കുമ്പോഴിതും. ഈ 2 കാഴ്ചകൾ യെശയ്യാവ് കണ്ടിട്ട് പറയാണ്, ഞങ്ങൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെന്തൊരു കാഴ്ചയാണ്! സ്വർഗത്തിലെ ദൈവം, സകല തേജസ്സിന്റെ അധികാരിയായ ദൈവം വേർത്ത് ദാഹിച്ച് വിശന്ന് എന്നെ അന്വേഷിച്ച് ഈ ലോകത്തിലൂടെ നടക്കുന്നു. ദൂതന്മാർ വീണുപോയപ്പോൾ അവരെ അന്വേഷിച്ച് അല്ലാതിരുന്ന കർത്താവ് എന്നെ അന്വേഷിച്ച് ഈ മരുഭൂമിയിലൂടെ വേദന സഹിച്ച് സൃഷ്ടിയിൽ ഒരാളുടെ സ്വരൂപമെടുത്ത് സൃഷ്ടിയെ പോലെ ഈ ഭൂമിയിൽ വന്ന് താമസിക്കുന്നു. അൺബിലീവബിൾ, അവിശ്വസനീയം. അത്രയും ഉയരത്തിൽ നിന്ന് വന്ന കർത്താവ് ക്രൂശിൽ കിടന്ന് നിന്നെ അനുഭവിക്കുമ്പോൾ, താൻ സൃഷ്ടിച്ച ആളുകൾ തന്നെ ക്രൂശിക്കാം ആർക്കുമ്പോൾ കർത്താവ് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ദുഷ്ടന്മാർ അനുഭവിക്കുന്നതിന്റെ പല 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 മടങ്ങാണ്. അപ്പോഴും കർത്താവ് പറയുന്നത് എന്താണ്? സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഒരു പിറുപിറുപ്പുമില്ല. നമ്മളാണെങ്കിൽ പറയലേ, നിനക്ക് വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാണ് പറയില്ലേ, 10 മാസം നിന്നെ ചുമന്ന് വളർത്തിയത് നിങ്ങളാരും പറഞ്ഞ കേട്ടില്ല? ഇനി ഒന്നും വേണ്ട, കർത്താവ് 3 ദിവസം പ്രസംഗിച്ചതിന് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചൊരു കാര്യം, 3 ദിവസം 10,000 പേരിൽ മേലിൽ എന്തായാലും ഉണ്ടായിരുന്നു. 5,000 പുരുഷന്മാർ. എല്ലാ സ്ത്രീകളും മീറ്റിങ്ങിന് പോയില്ലെന്ന് വിചാരിച്ചു. എങ്ങനെ പോയൊരു 10,000 പേരെന്ന് കൂട്ടാം? മൈക്രോഫോണും ഇല്ല, സ്പീക്കറും ഇല്ല. ഒരു ചെറിയ മലയുടെ മുകളിൽ കയറി നിന്ന് അലറി വിളിക്കുക. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഞാനാണേ പറഞ്ഞേനെ, എൻ്റെ പത്രോസേ യോഹന്നാൻ എൻ്റെ തൊണ്ട പൊട്ടിപ്പോയി, ഇത്തിരി ചൂടുവെള്ളം പറഞ്ഞേനെ. പക്ഷെ കർത്താവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ അവര് ക്ഷീണിച്ചു പോയി കാണും, അവർക്ക് വല്ലതും കൊടുക്കും. ഒരിക്കൽ പോലും താൻ അനുഭവിച്ചതിനെ കുറിച്ച് ഒരു പരാതിയോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതല്ലേ എന്ന് പൗലോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും കണക്ക് പറയാതെ ദാസനെ പോലെ മുട്ടുകുത്തിയിരുന്ന് വെള്ളം കൊണ്ട് കാല് കഴുകി ടവല് കൊണ്ട് തുടച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. കാരണം യഹൂദന്മാർ അങ്ങനെയാണ്, ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പം കാല് കഴുകി അകത്ത് തരുന്നത്. ദാസനെ പോലെയാണ് വിളിക്കുന്നത്. ദാസനെ പോലെ കാല് കഴുകി. അപ്പൊ പത്രോസ് പറയും, നീ എൻ്റെ കാല് കഴുകല്ലേ? കർത്താവ് പറഞ്ഞു, ഈ കാല് ഞാൻ കഴുകുന്നത് നിനക്ക് എൻ്റെ കൂടെ ഓഹരി തരാനാണ്, നിന്നെ എൻ്റെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണ്. അതിനു വേണ്ടിയുള്ള കാല് കഴുകലാണിത്. ഇത് ഞാനൊരു ദാസനെ പോലെ നിന്റെ മുമ്പിൽ.
എന്നിട്ട് ദാസനെ പോലെ എന്ന കർത്താവിനെ ഇവർ ക്രൂശിക്കുമ്പോൾ കർത്താവ് അപ്പോഴും സ്നേഹമാണ്. ഇതാണ് ഈ വലതുവശമുള്ള കള്ളം കാണുന്നത്. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ലേ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നാൽ അവൻ ഉയർത്തുമെന്ന്? ഇല്ലേ? എത്ര നാൾ താണിരിക്കണം? 10 വർഷം, 15 വർഷം, 20 വർഷം, 50 വർഷം? നോ, മരിക്കുന്നവരെ താണിരുന്നാൽ, ക്രൂശിലെ മരണത്തോളം. അപ്പൊ അത് പറഞ്ഞാൽ നമ്മളേക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തിയിട്ട് എന്നാ കർത്താവേ കാര്യം? മരിച്ചു കഴിഞ്ഞ് ഉയർത്തുന്ന അവിടെയാണ് ശരിക്കുള്ള തേജസ് ഉള്ളൂ, അവിടെയായി പ്രത്യാശ ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ദൃഷ്ടി എത്തുന്നില്ല. ഇതിനെക്കുറിച്ച് 2 പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞൊരു ആത്മീക കുരുടത്വം അല്ലെ? ഹ്രസ്വദൃഷ്ടിയുള്ളവരും അവർ കുരുടന്മാരത്രേ. ഹ്രസ്വദൃഷ്ടിയുള്ളവരും തങ്ങളുടെ മുൻകാല പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരുമാണ്. ഈ ഹ്രസ്വദൃഷ്ടിയുടെ പ്രത്യേകത എന്താ? അടുത്തുള്ളത് കാണാൻ, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് സഹോദരങ്ങളെ? നമ്മുടെ പിള്ളേരുടെ ഭാവി, പിള്ളേരുടെ പിള്ളേരുടെ ഭാവി, പിള്ളേരുടെ 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 ഭാവി. പണ്ടൊരു മൊല്ലാക്കയോട് ഒരാൾ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? 16 തലമുറയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, 17ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല. മുമ്പ് അത്രയും കാണുന്നുണ്ട്, അയാൾ കുറച്ചുകൂടെ ദീർഘമായിട്ട് കാണും. പുറകോട്ട് നോക്കിയാലോ? പുറകോട്ട് നോക്കിയാൽ ഇത് മാസാവസാന ദിവസമാണ്. നമ്മളെല്ലാം പറയുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നടത്തിയത്. അപ്പം 1 മാസം കണ്ടു നമ്മൾ പുറകോട്ട് നോക്കിയപ്പോൾ അല്ലേ? ഇനി അടുത്ത മാസം അവസാനമാകുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? 1 വർഷക്കാലം. അപ്പോൾ കുറച്ചുകൂടെ കാഴ്ച ദീർഘമായി. പിന്നെ ഒത്തിരി നന്ദിയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലിരിപ്പുണ്ട്. അവർ പറയും ഈ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ നടത്തി, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം പറയും. പക്ഷേ ആരെങ്കിലും പറയുമോ? ഞാൻ രാവിലെ ചോദിച്ച പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പകരം കാൽവരി ക്രൂശിൽ കയറിയ എൻ്റെ അടി മുഴുവൻ കൊണ്ട്, എനിക്ക് കിട്ടേണ്ട അടി മുഴുവൻ കൊണ്ട് എനിക്ക് വേണ്ടി യാഗമായി സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന കർത്താവേ നിനക്ക് നന്ദിയെന്ന് പറയാൻ പെന്തക്കോസ്തുകാർ മറന്നുപോയിക്കൊണ്ടിരിക്കുക. They are forgetting it, just forgetting it. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം നടക്കുന്നേ. നിങ്ങൾ എന്നെ ഏത് രീതി കണ്ടാലും, എൻ്റെ ഏത് പ്രസംഗം കേട്ടാലും, ദിസ് ഇസ് ദ ഓൺലി തിങ് ഐ വാണ്ട്. എവിടെയാണ് ക്രിസ്തു? എന്താ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ആ യാഗം നമുക്കൊരു നന്ദി പറയാനുള്ളൊരു കാരണമായി മാറാത്തത്? എവിടെ വർഷിപ്പ് ലീഡേഴ്സ്? ഞാൻ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്ത് പോയി. അവിടെ വെച്ച് ഞാൻ അവിടെ നല്ല വർഷിപ്പ് ലീഡേഴ്സായ 3-4 പിള്ളേരെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നന്നായിരുന്നു, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ രക്ഷയെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ, ഞങ്ങളെ വീണ്ടെടുപ്പിന്റെ സ്തുതിഗാനം, അതാ നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ കേൾക്കുള്ളൂ. ദൂതന്മാരെല്ലാം പുതിയ പാട്ട് പാടുന്ന അതാ. എന്താ പുതിയ പാട്ട്? സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ദൈവം അവരെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്ന ഒരു പുതിയ പാട്ട്. ആ പാട്ട് ഇപ്പം നമ്മൾ പാടേണ്ട പാട്ടാ. ദൂതന്മാർ അന്ന് പാടുന്നത് ഇന്ന് നമ്മൾ പാടാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന പാട്ടാണ്. നമ്മളെ വീണ്ടെടുത്ത കുഞ്ഞാട് സകല മഹത്വവും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യൻ. ഈ ആരാധനയാണ് ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം. We all need to bow down and worship the Lamb who is worthy to be praised and honored and glorified. അതില്ലാതെ ഇന്നലെ നടത്തി മിനിയാൻ നടത്തി എന്ന് പറയുമ്പം ഇതാ ഹ്രസ്വദൃഷ്ടി, ആത്മീക ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. നമ്മളെ മുൻപോട്ട് നോക്കുമ്പോൾ നിത്യതയോ പുറകോട്ട് നോക്കുമ്പോൾ ക്രൂശോ നമ്മളെ കാണിക്കാൻ വിടാതെ ഈ ലോക സമ്പത്തിലേക്ക് നമ്മുടെ നന്ദിയെ ചുരുക്കുന്ന, താങ്ക്സ് ഗിവിങ്ങിനെ ചുരുക്കുന്നത്. ഇപ്പം അമേരിക്കയിലൊക്കെ താങ്ക്സ് ഗിവിംഗ് വീക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിനാ നമ്മൾ നന്ദി പറയുന്നത്? ബിക്കോസ് നൗ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ രക്ഷയാണ് നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾ ആളുകളുടെ വസ്ത്രധാരണവും തലമുടി ചീകിയിരിക്കുന്നതും ഷേവ് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കി നടക്കുമ്പോൾ മിസ്സായി പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ രക്ഷിച്ച ഒരു ദൈവത്തിന്റെ കാര്യമാണ്. വി ആർ ലുക്കിംഗ് അറ്റ് മൈനർ തിങ്സ് ആൻഡ് ഫോർഗെറ്റിംഗ് ദ മേജർ വൺസ്. ഒരു ഞായറാഴ്ച നമ്മൾ ചർച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 2 പാട്ട് പറയട്ടെ. 2 പാട്ട് ഞാൻ പാടാറില്ല, പറയാറേ ഉള്ളൂ. എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞ, സാറിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചി എത്ര വേണമെങ്കിലും നീ പ്രസംഗിച്ചോ, ഞങ്ങൾ കേട്ടോളാം, ദയവായി പാടരുത്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, ഞാൻ വാക്ക് മാക്സിമം പാലിച്ചിട്ടുണ്ട്, എന്നാലും ചിലപ്പോൾ ഒക്കെ പാടിപ്പോയിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ച കൂടി വരുമ്പോൾ 2 പാട്ട്, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ. 2 പാട്ട് മതിയില്ലേ? പോരെ? ഹമനോഹരം യാഹനിൻ, അതും പാടാൻ വേണമെങ്കിൽ 3 പാട്ടായി. അത് കഴിയുമ്പോൾ സങ്കീർത്തനം എന്നൊരു പ്രസംഗം, പിന്നെ സാക്ഷ്യമാണ് ഏറ്റവും മനോഹരം. എൻ്റെ മക്കൾ നാളെ ഗൾഫിൽ പോയിരിക്കുന്നവർ തിരിച്ചു വരാൻ പോവുകയാണ്, ഫ്ലൈറ്റ് നേരെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
അവരൊരു പ്രശ്നമില്ലാതെ വരാനും തിരിച്ചു പോകാനും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എക്സാമിനേഷൻ എഴുതിയേക്കുന്ന പിള്ളേരുടെ അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുകയല്ല, മാർക്ക് മേടിക്കുന്നതെല്ലാം പ്രാർത്ഥിച്ചാണ് മേടിക്കുന്നത്. പിന്നെന്താണ്, മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി, ഇങ്ങനെ കുറേ ആവശ്യങ്ങളാണ്. ഇതാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് നല്ലവനും വല്ലവനും വരുന്നത്. അതിന് മുമ്പത്തെ ആഴ്ച അങ്ങനെ അല്ലായിരുന്നു, അതറിയത്തില്ല. കഴിഞ്ഞ ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് സാക്ഷ്യം. അടുത്തത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും ക്ഷേമമായിട്ട് വരാൻ വേണ്ടിയും ആരാധന അനുഗ്രഹത്തിന് വേണ്ടിയും. പിന്നെ 2 പാട്ട് കഴിഞ്ഞ് ഒന്നും കൂടെ പ്രാർത്ഥിച്ചു ആരാധന അനുഗ്രഹത്തിന് വേണ്ടി. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ പുതിയ കുറച്ച് വിഷയങ്ങളുണ്ടെന്നേ ഉള്ളൂ. 3 പ്രാർത്ഥനയായി കേട്ടോ. ഇനി അവസാനം ഒരു സ്പെഷ്യലിസ്റ്റ് പ്രസംഗകനെ വിളിച്ചിട്ടുണ്ട്, എന്നെ പോലെ ഒരു ഗസ്റ്റിനെ. ഈ ഗസ്റ്റ് എന്ത് പ്രസംഗിക്കും നമുക്കൊരു പിടിയില്ല. പുള്ളി പുസ്തകം തുറക്കുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര വചനപാണ്ഡിത്യം ഉണ്ടെന്ന് കാണിക്കാൻ ഏറ്റവും നല്ലത് പഴയ നിയമത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത 5-6 വാക്യങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഞാൻ വിശ്വാസത്തിൽ പുതുതായിട്ടിരുന്ന് കഴിഞ്ഞപ്പം പുതിയ കാലത്ത് അസംബ്ലി ഓഫ് ഗോഡിൽ അന്ന് ഒരു പ്രസംഗം വന്ന്, എഫ്രൈം നീ മറിച്ചിടാത്ത ദോശയാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ദോശയൊക്കെ ബൈബിളിലുണ്ടോ? ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം അന്ന് ഈ മർമ്മം എന്താന്ന്, ഈ ദോശയുടെ മർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പറയാൻ അൺടൈൻഡ് കേക്ക് എന്നേ ഉള്ളൂ, കേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ദോശയാക്കി നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ് മാറ്റിയതാണ്. അപ്പം ഇങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന വചനങ്ങൾ, അതൊക്കെ എന്തോ ദോശയെക്കുറിച്ചൊക്കെ പ്രസംഗം വചനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വാക്യം കണ്ടുപിടിച്ച പാസ്റ്ററോട് ഒരു ഭയങ്കര ബഹുമാനം തോന്നും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് ഇറങ്ങി പറയും, എന്തോ പ്രസംഗമായിരുന്നു അല്ലേ, ശരിയാ, എന്തോ ആരാധനയായിരുന്നു, എത്ര നേരമാ, കൺട്രോൾ പോലും ഇല്ലായിരുന്നു, ഇതിലേക്ക് പോയിന്ന് പോലും അറിയാൻ മേല. അവസാനം പക്ഷെ കർത്താവായ യേശുമശിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അതാരും ശ്രദ്ധിച്ചില്ല. ഇതൊരാഴ്ചയല്ല, ഇതിങ്ങനെ ആഴ്ചകൾ നടന്നു പോകുന്നു. ജീസസ് ക്രൈസ്റ്റ് എന്നൊരു വാക്ക് എന്നോടൊരു മോള് പറഞ്ഞാണ്, ഞങ്ങളുടെ ചർച്ചിൽ യേശുക്രിസ്തു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലെ പിന്നെ അതിൽ ഭൂതം ഇളകണം. ഭൂതം ഇളകിയാൽ യേശുവിന്റെ നാമം കുറെ കേൾക്കാം. രക്തത്താൽ ജയം. ഞാനൊരു രഹസ്യം പറയാം. ഈ ദുരാത്മാക്കൾ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ വളരെയധികം വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷാരോനിന്റെ സ്ഥിരമായിട്ട് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഷാരോൻ ചർച്ചിൽ ഒരു ആൻറ്റിയുടെ ദേഹത്ത് ഭൂതമായിരുന്നു. ഇളകിപ്പോയി. എന്തെല്ലാം തരം ഭൂതങ്ങളെ കണ്ടിട്ടെന്നറിയോ? ഈ കഴിഞ്ഞ മാസം 2 എണ്ണമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇളകുന്നു. അതിൻ്റെ രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറയാത്ത ഒരാത്മാവ്, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ തരുന്നു, ഒന്നും നടക്കുന്നില്ല. പക്ഷേ അത് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കളയുകയും ക്രിസ്തു എൻ്റെ കൂടെ ഇല്ല എന്നുള്ള കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ആവുകയും ചെയ്യുന്നു. എത്ര വലിയ അപകടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ നീതിയും ഉപദേശങ്ങളും മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ നാമവും കൈവിട്ട് കളയുന്ന ഒരു കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഞാൻ IPCയുടെ ഒരു ചെറിയൊരു മുറ്റത്ത് കൺവെൻഷൻ, ഇവിടെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി പോയിരിക്കും. അപ്പം ഞാൻ അടുത്തിരുന്ന ആളുടെ ചുമ്മാ ചോദിച്ചു, കർത്താവ് വന്നാൽ പോവോ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇപ്പോൾ ആർക്കറിയാം പാസ്റ്റർ, ചിലപ്പം പോയി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഞാൻ നിങ്ങളോട് പറയാണ്. 94 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 94 ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എവിടെ പോയി, നിങ്ങൾ കാസറ്റ് ഷോപ്പിൽ പോയി ഒരു ക്രിസ്ത്യൻ കാസറ്റിങ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പ്രത്യാശഗാനങ്ങളാണ്. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി സ്വർഗ്ഗനാട്ടിലും പ്രിയം തീർത്തിനും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. കുഞ്ഞു പിള്ളേർ, നിങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പം പാടി വളർന്നൊരു പാട്ടുണ്ട്, എന്താ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓർമ്മയുണ്ടോ? പിള്ളേർ പാടിക്കൊണ്ടിരുന്ന്, സിയോൻ യാത്ര ചെയ്തിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും, മൽപ്രിയനെ എന്നേശു നായകനെ. ഇതൊന്നും വർഷിപ്പിന് പാടുന്ന പാട്ടുകളല്ല ഞാൻ പറയുന്നത്. പബ്ലിക് റിലീസിൽ കിടന്ന് സാധാരണ മനുഷ്യർ പാടിക്കൊണ്ട് നടക്കുന്ന, ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ CD വയ്ക്കുന്ന, ബസ്സിൽ വരെ, നമ്മൾ ലൈൻ ബസ്സിൽ വരെ CD വെക്കുന്ന തരം പാട്ടുകളാണ് ഞാൻ പറയുന്നത്. പോപ്പുലർ സോങ്സ് എല്ലാം പ്രത്യാശയാണ്. കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. പഴയകാലത്ത് എഴുതുന്ന എല്ലാ പാട്ടിന്റെ അവസാനം പ്രത്യാശ ഇല്ലാതെ അവർ ക്ലോസ് ചെയ്യത്തില്ല.
കൺവെൻഷൻ സ്റ്റേജിൽ ചെന്നാൽ മുഴുവൻ കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അന്ന് ട്രാക്ട് അടിക്കുമ്പോൾ ട്രാക്റ്റിൽ എഴുതുന്ന എന്താണ്? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ ട്രാക്ട്? ഇന്ന് അങ്ങനെ ഒരു ട്രാക്ട് ഇല്ല. ഇന്ന് കള്ളുകൂടി നിർത്തുന്നതിനെ കുറിച്ചും, അത് പിന്നെ പോട്ടെ, നിർത്തി അവരെ ലിവറെങ്കിലും അടിച്ചു പോകാതെ ജീവിച്ചോട്ടെ. സമ്പത്ത് വരുന്നതിനെ കുറിച്ചും, നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. ഈ വിഷയങ്ങളുടെ നടുവിൽ എത്ര നാൾ ഇറങ്ങി വന്നിട്ട് ഇവൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ എന്താ കാര്യം? വേർ ഈസ് ദ ഗോസ്പൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ചർച്ചിലോ കൺവെൻഷനൊക്കെ പോകുമ്പം, IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ഷാരോൻ ആയാലും എവിടെ ആയാലും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നുള്ള കുറേ ട്രാക്റ്റുമായിട്ട് പോകണം. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കണം, മരിച്ചാൽ സ്വർഗത്തിൽ പോവോ? ആർക്കറിയാം, ഇതാ പിടിച്ചോ ട്രാക്ട്. അവർക്ക് കൊടുക്കണം. ആദ്യം ഇതിനകത്ത് തുടങ്ങണം. പാസ്റ്റർമാരോട് ചോദിക്കണം, സ്വർഗത്തിൽ പോവോ? ആർക്കറിയാം ബ്രദറെ. അപ്പോൾ എങ്ങനെ ആമേൻ കർത്താവ് യേശു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വരണമെന്ന് പറയുന്നത് ആരെ കൊണ്ടുപോകാൻ വരുന്ന കാര്യമാണ്? വന്ന് അപ്പുറത്തുള്ളവനും ഇപ്പുറത്തുള്ളവനെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വേഗം വരണം. എൻ്റെ കാര്യം അറിയാൻ മേല. നിങ്ങളൊരു അങ്ങനെയെങ്ങാനും കർത്താവ് വന്ന് അവരെ കൊണ്ടുപോയി നിങ്ങളുടെ കാര്യം എന്തായിരിക്കും അവസ്ഥ? ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രത്യാശ, ആദ്യം വരുന്ന പ്രത്യാശ, വിശ്വാസം വരുമ്പം നമ്മളെ രക്ഷിക്കുമ്പം അതിനകത്ത് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യാശയുള്ളവരെ മാറുന്നത്. ശരിയായ സുവിശേഷം കേട്ടെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത ജനുവരിയിൽ വിടുതലാന്നുള്ള പ്രത്യാശ ആയിരിക്കും വരുന്നത്. അപ്പം ഞങ്ങൾ 4-5 പേരുണ്ട് ഹോസ്റ്റലിൽ, വിശ്വാസികൾ. വലിയ ഹോസ്റ്റൽ, 50-55 പേരുള്ള ഹോസ്റ്റൽ, CSAക്കാരുടെ ഹോസ്റ്റൽ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള മൂത്ത ബ്രദർ, അതായത് പുള്ളി PG ആണ്, ഞങ്ങൾ ഡിഗ്രിയാണ്, ഭയങ്കര പുള്ളി എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ബൈബിൾ വായിക്കുന്ന, എപ്പോഴും ഈ പുസ്തകങ്ങൾ, മിഷണറിമാരുടെ കഥയും അവരുടെ എഴുത്തുകളൊക്കെ വായിക്കുന്ന, ഫുൾ ടൈം ഇതിനകത്ത് എൻഗ്രോസ്ഡ്. പുള്ളി ഫിസിക്സിൽ MSc പഠിക്കുന്ന ആളാണെങ്കിലും പുള്ളിയുടെ വായന മുഴുവൻ ഇതാ. വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ. ഒരു ദിവസം രാത്രി 8 മണിയായപ്പം ഒരുത്തൻ വന്ന് പറഞ്ഞു, എടാ അയാളെ കാണാനില്ല. ഞാൻ പറഞ്ഞു, കാണാനില്ല? എവിടെ പോയി? 9 മണിയായി, 9:30 ഇവനെ കാണാനില്ല. ആളെ കാണാനില്ല, റൂമിലില്ല, ഒരിടത്തുമില്ല, കോമ്പൗണ്ടിൽ ആളില്ല. ഞങ്ങളിന്ന് വാർഡനോട് ഇന്ന് പറഞ്ഞു, ഒരാളെ കാണാനില്ല. വാർഡൻ പറഞ്ഞ്, ആരെ? ഇയാളുടെ പേര് പറഞ്ഞു, അയാൾ എങ്ങും പോവില്ല. വാർഡന്റെ ഉറപ്പാ. വേറെ വല്ലവരാണെങ്കിൽ അപ്പം തന്നെ സിനിമയ്ക്ക് പോയി കാണും, ചാടി കാണുന്നൊക്കെ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇയാളായതുകൊണ്ട് സിനിമയ്ക്ക് പോകില്ല എന്ന് വാർഡൻ അറിയാം, ചാടി പോകില്ല എന്നും അറിയാം. പെർമിഷൻ ഇല്ലാതെ കോമ്പൗണ്ടിന് ഇവിടെ ഇറങ്ങില്ല. പുള്ളി നല്ല വിശ്വാസം. ആ വാർഡൻ പോയി കിടന്നുറങ്ങി, ലൈറ്റ് ഓഫ് ചെയ്തു. 9:30 10 ആളെ കാണാനില്ല. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന റൂമിൽ, അദ്ദേഹം ഇപ്പോൾ അടൂരിലുണ്ട്, ഇനി വരുന്നയാൾ, ഈ കഥാപാത്രം. അതിനെ വെച്ച്, എവിടെ പോയി പുള്ളി? ഞാൻ പറഞ്ഞു, അറിയത്തില്ല. കർത്താവ് വന്നിട്ട് പോയി കാണുമോ? പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ആ തോട്ട് വന്നു, കർത്താവ് വന്നിട്ട് പോയി കാണുമോ? എൻ്റെ ദൈവമേ. വന്ന ആദ്യം പോകുന്ന അയാളാണ് നമുക്ക് എല്ലാവരും ചിന്തയുണ്ട്. ഞങ്ങൾ വിചാരിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നാളെ നേരം വെളുക്കുമ്പം 666 എതിർക്കും, ഇതെല്ലാം കൂടെ ആകെ പ്രശ്നമല്ലോ. എന്ത് ചെയ്യും? ഇനി നമ്മളോട് സുവിശേഷം പറഞ്ഞു തന്ന ആൾക്കാർ രക്ഷപ്പെട്ടോ, സ്വർഗത്തിൽ പോയോ, അവരുണ്ടോ നാളെ? എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളി ഒരു ബൈബിളും ഒരു നോട്ട് ബുക്കും പിടിച്ചുകൊണ്ട് വരുന്നത്. ആശ്വാസമായി, കർത്താവ് ഇതുവരെ വന്നിട്ട്. പുള്ളി ആ മുകളിൽ ഏതോ ടാങ്കിൻ്റെ പുറകിൽ പോയിരുന്ന് ബൈബിൾ വായിക്കി പ്രാർത്ഥിച്ച് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു ആ വെളിച്ചത്തിൽ നിന്ന്. ഈ വിളി ഒന്നും പുള്ളി കേട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചിലെ ശുശ്രൂഷകനാണ്, ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ. പ്രത്യാശ അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവ് വന്നപ്പോൾ ഇന്ന് അങ്ങനൊരു വിഷയം നമുക്കില്ല. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പൊ വിശ്വാസം എന്നതോ എന്താണ്? നമ്മൾ രക്ഷിക്കുന്ന വിശ്വാസം. അത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. 2013 ഞാൻ ആന്ധ്രയിൽ നിന്ന് മിഷണറി ആയിട്ട് വർക്ക് ചെയ്ത ശേഷം കേരളത്തിൽ വരുമ്പോൾ ഒരു ഏജിയുടെ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 8:20 രാത്രി. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ മറുപടി പറയണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, നിങ്ങളുടെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാവും, നിങ്ങളുടെ ബിസിനസ്സിന് ദൈവം അനുഗ്രഹിക്കും. 100% വിശ്വാസമുള്ളൊരു കൈവക്കാൻ പറഞ്ഞു. അപ്പം അന്ന് എന്നെ ആർക്കും അറിയത്തില്ല. അപ്പം ഞാൻ എന്താ പറയാൻ വരുന്നത്? ഞാൻ അടുത്ത പ്രവാചകനാണെന്ന് അവർ വിചാരിച്ചാണ്. അവരെല്ലാവരും കൈവക്കി ഹല്ലേലൂയ എന്ന് അപ്പം തന്നെ പറഞ്ഞു. പുറകോട്ട് നോക്കിയപ്പോൾ 3-4 പാസ്റ്റർമാരിപ്പുണ്ട്, അവരെല്ലാം കൈവക്കി പിടിച്ചിരിക്കുക. അടുത്ത ചോദ്യം,
ഇപ്പം സമയം 7:45. 7:47 കർത്താവ് വന്നാൽ, അവിടുത്തെ സമയം ഇവിടുത്തെ സമയം പറഞ്ഞു, 100% പോകുമെന്ന് ഉറപ്പുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. 100%, 99.9 അല്ല, ഒറ്റയാൾ പോലും എൻ്റെ മുമ്പിൽ കൈവക്കില്ല. പുറകോട്ട് നോക്കിയപ്പോൾ 3 പാസ്റ്റർമാരും കൈ താത്തി വെച്ചിരിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ആശിക്കുന്നതല്ല ഉറപ്പാ, പക്ഷെ ആശിക്കുന്നത് എന്താ? അത് നമ്മളെ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാരൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ലോകം. എന്നോടൊരു ശുശ്രൂഷകൻ പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോകണം. ഇവർക്ക് ഈ തലം എന്നുള്ള വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എങ്ങനെ? ഇപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ 200 പേരോട് നിങ്ങളെ ഞാൻ എണ്ണാനൊന്നും പോകുന്നില്ല കേട്ടോ, 200 പേരോട് സംസാരിക്കുന്ന അമ്മ ദാവീദ് എണ്ണാൻ പോയതാ ഈ പ്രശ്നം മുഴുവനായത്. എത്ര പേര് വരും? അതറിഞ്ഞാലേ ആ ശുശ്രൂഷ അങ്ങ് വരുള്ളൂ. അതൊരു ബിസിനസ്സായിട്ട്, ഇത് ഭയങ്കര ബിസിനസ്. ഞാൻ ചെന്നൈ IPC ഞാൻ ഈ പറയണ്ടായിരുന്നു, IPC എന്ന് പറയണ്ടായിരുന്നു, ചെന്നൈ എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് 3 ദിവസം മീറ്റിംഗ്. അപ്പം ആഴ്ച ആരാ വന്നത്, അവിടെ മീറ്റിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. അപ്പോൾ ആഴ്ച ആരാ വന്നു ചോദിച്ചപ്പോൾ ഒരു പ്രശസ്തനായ ഒരു പ്രസംഗനാണ്. അപ്പോൾ അത് ഞാൻ ചോദിച്ചത്, അദ്ദേഹം എന്താ പ്രസംഗിച്ചോ, റെക്കോർഡ് വല്ലതും ഉണ്ടോ? ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു റെക്കോർഡ് ചെയ്തെന്ന് പുള്ളി പറഞ്ഞാൽ. ഞാൻ ചോദിച്ചത് എന്താ? പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഗൾഫിൽ പോകുന്നുണ്ട് അടുത്ത ഏപ്രിലിൽ. അവിടെ പ്രസംഗിക്കാനുള്ള പ്രസംഗമാണ് ഇവിടെ പ്രസംഗിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഇത് ഏൽക്കുകയില്ല. കാരണം അവർ ഓൾറെഡി കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഫ്രഷ് ആയിരിക്കണം. സഹോദരങ്ങളെ, അങ്ങനൊരു നീഡില്ല. ഞാൻ പറയട്ടെ, A+B² = A²+2AB + B². ഞാൻ ഇന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? 7ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സാർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പോകാത്തതുകൊണ്ടാണ്. അയാളത് ചെന്നൈയിലൊരു ക്ലാസ്സിൽ A+B പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കൊച്ചിയിലെ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല എന്നും അയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നും A+B എന്താണെന്ന് അറിയാൻ വയ്യാത്തവനായിട്ട് നടന്നേനെ. അപ്പുറത്തെ ചർച്ചിൽ പ്രസംഗിക്കുന്ന പ്രസംഗം അവിടെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതേ പ്രസംഗം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാസ്റ്റ് ബെഞ്ച്, ഇവിടുത്തെ ലാസ്റ്റ് ബെഞ്ചല്ല, സ്കൂളിലെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന അവസാനത്തെ കുട്ടി വരെ ഈ ഫോർമുല പറയുന്നവരെ ആ സാറ് നിർത്തുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരു ചർച്ചിൽ അവസാനം ഇരിക്കുന്നയാളും ഈ അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് മനസ്സിലാകുന്നത് വരെ ട്യൂഷനെങ്കിൽ ട്യൂഷൻ. ഇത് പ്രസംഗിച്ച് തള്ളിക്കളയാനുള്ള വിഷയങ്ങളല്ല, ഇത് പഠിച്ച് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വിശുദ്ധിയിലേക്കും നീതിയിലേക്കും പോകാൻ വേണ്ടിയുള്ള നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന അതിവിശിഷ്ടമായ ഉപദേശ രൂപമാണ്. അതുകൊണ്ട് 10 പ്രാവശ്യമല്ല, 100 പ്രാവശ്യമല്ല, 5000 പ്രാവശ്യം ആവർത്തിക്കേണ്ടി വന്നാലും ഇത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരാൾ പോലും ഇത് കേൾക്കാതെ പോകരുത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. എന്താണ് ആശിക്കുന്നത്? നിങ്ങൾ എന്താ ആശിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ ആശ എന്തോ? ആ പ്രാർത്ഥന ലിസ്റ്റിങ് എടുത്തേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വെച്ചേക്കുന്ന ലിസ്റ്റ് വായിച്ച്. കുട്ടികളുടെ ഭാവി. ഇത് സഹോദരിമാരുടെ ഏറ്റവും വലിയ ആശങ്കയാണ്. ഞങ്ങളുടെ കുട്ടികൾ എന്തായിത്തീരും? അത് ഈ പ്രവാചകന്മാർക്ക് അറിയാം. അവർ സഹോദരിമാർ കൂടുന്ന വെള്ളിയാഴ്ച മീറ്റിങ്ങുകളിലാണ് കൂടുതൽ വരുന്നത്. ഇവിടുത്തെ കാര്യമല്ല. അവർ പറയും, നിന്റെ മക്കളുടെ ഭാവി എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലല്ല. പുള്ളി ഈ തന്ത്രങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നിനാലും പതറിപ്പോകാതെ ക്രിസ്തുവിനെ നോക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. ഉപജീവന ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം അവിശ്വാസത്തിന്റെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ മോൻ എന്നോട് പറയാണ്, പപ്പ നാളെ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ. ഞാൻ പറഞ്ഞു തരാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ, പപ്പ എന്നാടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർപ്പിക്കാൻ വേണ്ടി. തരാമടാ. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നു, പപ്പ എന്താടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാം. 10 പ്രാവശ്യമായി, 25 പ്രാവശ്യം ഒരു ദിവസം. ഇവൻ എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? പറ. അപ്പോൾ തരണേന്ന് 1 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ വിടാത്തതിന്റെ കാരണം എന്താ? ഈ തരാതെ മുങ്ങാൻ ഇനിയും. പക്ഷെ ആത്മീക വിഷയങ്ങൾ അങ്ങനെ കരയാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കുന്നവരെ അല്ല, ലഭിക്കുന്നവരെ അന്വേഷിക്കുകയും തുറക്കുന്നവരെ മുട്ടുകയും അല്ലേ? അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും.
യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ലഭിക്കുന്നവരെ യാചിക്കേണ്ടത് എന്തിനാ? ആത്മാവിനെയും സ്വർഗത്തിലെ നന്മകളെയാണ്. അതിന്റെ മറ്റേത് നമ്മൾ യാചിക്കേണ്ട പോലും കാര്യമില്ല. കാരണം യാചിക്കാതെ തന്നെ ദൈവം നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയുന്നു. പക്ഷെ യാചിക്കാതെ നമ്മൾ റോഡിലൂടെ പോകുന്ന ഒരാളുടെ പറയാണ്, വന്നേ എന്താ ഇത് ബിരിയാണി ഉണ്ട്, വേണം കൊണ്ടുപോകും. അയാൾക്ക് അത് എടുത്തുകൊണ്ട് പോകുന്നതിന് ഒരു വിഷമമില്ല, അയാൾ വിശപ്പാകുമ്പോൾ കഴിച്ചോളൂ. എന്നാൽ വഴിയെ പോകുന്ന ഒരാളുടെ ആത്മാവിനെ വേണോ വന്ന് മേടിച്ചോളാൻ പറയാൻ പറ്റുമോ? അതെന്താ? ദാഹിക്കാത്തവനെ നിറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിലവിളിക്കുകയും പിടിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ലോകത്തിലെ വസ്തുക്കളെ കുറിച്ച് നമ്മൾ പിടിച്ചു വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരേ സമയത്ത് മാമോനെയും ദൈവത്തെ സേവിക്കാൻ സാധിക്കില്ല. അപ്പൊ ദൈവത്തെ വിശ്വസിച്ച് അങ്ങ് വിടണം. കർത്താവേ, നീ എന്നെ നടത്തിക്കോളൂ, എന്റെ പിള്ളേരെ നടത്തിക്കോളൂ, ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നില്ല, ഞാൻ നിന്റെ പുറകെ വരുന്നു. ഞാൻ മീനിന്റെ പുറകെ പോകുന്നില്ല, നിന്റെ പുറകെ വരുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്ന ഒരു പിതാവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ ഉത്കണ്ഠ ആകുലചിന്ത എന്ന സാത്താനെ ബത്സിക്കുന്നു. എനിക്കതിന് ആവശ്യമില്ല. അതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്നതോ എന്തോ ആശിക്കുന്നേ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം 23-ാം വാക്യം. എന്താണ് നമ്മുടെ ആശ? വായിക്കും. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം. അത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് എന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ് പറയുമ്പോൾ ഇന്ത നമ്മക്കോ എന്നുണ്ട്. എന്താ നമ്മക്കൊപ്പം? എന്താ പ്രത്യാശ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം. അപ്പൊ നമ്മൾ നന്നായി തുടങ്ങുന്നതിന് മുൻപ് ലഭിക്കുന്ന ഒരു സാധനമാണ് എന്ത്? പ്രത്യാശ. ആത്മാവ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ മോമെന്റിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പ്രത്യാശ. ആ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പ്രത്യാശ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആയ പുത്രത്വം. അതായത് കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ എന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട് പുതിയൊരു ശരീരവുമായി ഞാൻ കർത്താവിന്റെ അടുക്കൽ നിൽക്കും. ആ കാഴ്ചയാണ് എന്റെ പ്രത്യാശ. അതിന്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യാശ ഉണ്ടോ? ഞരക്കമുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഞരങ്ങുന്നു. ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ എന്തോ? ഇപ്പൊ 8:30 ആകുമ്പോൾ ഇത് തീരേണ്ടതാണ് ഈ ക്ലാസ്, അല്ലേ? 9 ഞാനിത് തീർക്കാതെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ബോറൻ ലെക്ചർ അടിച്ചടിച്ച് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് വീട്ടിൽ പോകേണ്ട സമയം കൂടെയാണ് ഹോസ്റ്റലിൽ നിന്ന് പറയാനുമില്ല. പ്യൂൺ മണിയടിക്കാൻ ലേറ്റ് ആവുന്നു, വണ്ടി വരുന്ന സമയമാകുന്നു. ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ കേട്ടോ. അന്നേരം തോന്നുന്ന ഫീലിങ്ങിനെ നമ്മൾ എന്താ പറയുന്നത്? എത്രയും വേഗം വീടാണേ. വീട്ടിലൊന്നും ഇരിപ്പില്ല, കൂട്ടുകാരെല്ലാം ഹോസ്റ്റലിലും കോളേജിലുമാണ്. വീട്ടിലുള്ള അപ്പനും അമ്മയും അവരെപ്പോഴും വഴക്കാം, നീയൊക്കെ പഠിക്കാൻ പോകുന്നതാണോടാ. എന്നാലും വീട്ടിലോട്ട് ചെല്ലാൻ ആഗ്രഹം. അവധി കിട്ടാൻ നോക്കിയിരിക്കുമോ. വ്യാഴാഴ്ച അവധിയാണെങ്കിൽ വെള്ളിയാഴ്ച അവധി എടുത്ത് മുങ്ങും, അല്ലെ അവധി എടുക്കാതെ മുങ്ങും. കാരണം വീട് അവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര കളിച്ച് നടക്കാമെങ്കിലും വീട്ടിൽ ചെന്നാലും ഒരു സമാധാനമുള്ളൂ. അവിടുത്തെ ചീത്ത കേൾക്കാതെ. ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം. അതുപോലുള്ളൊരു ഫീലിങ്ങിനാണ് ഞരക്കം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെ ആൾക്കാർ ഞരങ്ങുമായിരുന്നു ഒത്തിരി. കാന്താ താമസം എന്താ താമസിക്കുന്നത്, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണാൻ കാലം ആസന്നമായി. ഇതൊക്കെ അന്ന് പാടുന്ന ഈ ഞരക്കം കാരണം. അന്ന് ഈ ഞരക്കമുള്ള കാലത്ത് ഇത്രയും ബൈബിൾ കോളേജുകളൊന്നുമില്ല. ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ കിലോമീറ്റർ ദൂരെ പന്തം കൊളുത്തി പോകണം. അന്നത്തെ കാലത്ത് എഴുതിയ പാട്ടുകളെല്ലാം വേദശാസ്ത്രപരമായിട്ട് പെർഫെക്റ്റ് ആണ്. ഇന്ന് ഊടുപാട ബൈബിൾ കോളേജ്, എവിടെയും വചനം, പക്ഷെ എഴുതുന്ന പാട്ടുകളെല്ലാം തെറ്റുക. കാരണം എന്നറിയോ? ആ പ്രത്യാശയുടെ കാലഘട്ടം ഇല്ലാതായി പോയതുകൊണ്ടാ. ഞാൻ നിങ്ങളോടൊരു പാട്ടിന്റെ ചില ചരണങ്ങൾ പറയാം. പിന്നെ ഇത് കേട്ടിട്ട് ഇതിന്റെ അർത്ഥം എന്നോട് പറഞ്ഞു തരണേ, ആർക്കെങ്കിലും ഇതിന്റെ അർത്ഥം അറിയാമെങ്കിൽ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മനസ്സോടെ ശാപം മരത്തിൽ തൂങ്ങിയ. അതിന്റെ 1-ാമത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? ഇത് 1918 മരിച്ചുപോയ മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ടാണ്. 1918 മരിച്ചുപോയ ആളാട്ടോ. അല്ല, പരിജ്ഞാനം എന്ന് നോക്കിയോ.
പരമനീതിയിൻ ദുരിതത്താൽ എന്നെ, എങ്ങനെ? പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം. പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. ആരാധനാഗീതം, അതാ ആരാധിക്കാൻ നമ്മൾ പറയുന്നത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച നടത്തിയല്ലോ, കഴിഞ്ഞ 9 ആഴ്ച നടത്തിയോ, അതല്ല പഴയ കാലത്തുള്ള ആരാധനാഗീതം എന്ന് പറഞ്ഞ ഇതാണ്. കർത്താവ് എന്താ ചെയ്തത്? പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. പാടുമ്പോ രസം. എന്താ അതിന്റെ അർത്ഥം? കർത്താവെ, ഞാൻ ഭയങ്കര നീതിമാനാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, നല്ല സൽസ്വഭാവിയായ പയ്യനായിരുന്നു. പക്ഷെ കർത്താവ് ഇറങ്ങി വന്ന് പരമനീതി എന്താന്ന് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ദുരിതത്തിലായത്. ദുരിതത്തിലായ ശേഷം ഞാൻ നോക്കുമ്പം എന്നെ അരിഞ്ഞ് നരകത്തിലിടാനല്ലാതെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായത്. എന്താ റെവലേഷൻ! ഇതാ രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ട് വന്നപ്പോഴേക്കും നമ്മളെല്ലാം പാപികളായി മാറി. ആരും ഒന്നും ചെയ്യുന്നില്ല. അതെനിക്കൊരു ദുരിതമായി മാറി എന്ന് പറഞ്ഞാൽ, ആ നീതി വെച്ച് എന്നെ വിധിച്ചാൽ, ആ നീതി വെച്ച് എന്നെ നോക്കിയാൽ അരിഞ്ഞ് നരകത്തിൽ കളയാനല്ലാതെ ഒരു വാക്യം എന്നെ കൊള്ളില്ല. അപ്പൊ ഞാൻ പറയാം, ഞാൻ ചർച്ചിന് കസേര മേടിച്ചു കൊടുത്ത ആളെന്ന് പറഞ്ഞ കർത്താവ് പറയാം, അതിന്റെ ബഹുമാനവും നീ വാങ്ങിച്ചിട്ടുണ്ട്, അതവിടെ തീർന്നതാണ്. ഇത് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളല്ല. ഇത് എഴുതിയത് 1918 മുമ്പ്. അന്നത്തെ പാട്ടുകൾ നിങ്ങൾ ചുമ്മാ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി. ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ അതിനകത്തുണ്ട്. ഞാൻ ഇന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്റെ സ്ട്രേഞ്ച് ആയിട്ട് എന്തോ പഠിപ്പിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു 50, 70, 75 വർഷക്കാലം മുമ്പ് ഓരോ സഭകളിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ പറയുമ്പോൾ ഇതേതാണ്ട് സ്ട്രേഞ്ച് ടീച്ചിങ് എങ്ങാണ്ട് ഇറങ്ങി വന്ന ഒരാൾക്കാർ തോന്നുന്നു. നിങ്ങൾ പഴയകാലത്തെ പാട്ടുകൾ ഇട്ട് നോക്കി. എന്താ, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണുന്നുള്ള പാട്ടിനകത്ത്, നിത്യ തേജസ്സിൻ ഘനമാണ് അതിൻ ഫലം. അതെന്താ അതിന് പറയുന്നത്? ഈ തേജസ്സിന്റെ ഘനം എന്ന് പറയുന്നത് എത്ര കനത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് എന്റെ പ്രതിഫലമാണെന്നാ. അത് റെവലേഷനാണ്, വെളിപ്പാടാണ്, വചനത്തിന്റെ വെളിപ്പാട്. ഇന്ന് പാട്ടെഴുതുമ്പോ എന്താ പറയുന്നത്? എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ പോരാത്തവനാണ്, ഞാൻ പോരാത്തവനാണ്. ഹൃദയത്തിൽ കർത്താവ് വന്നിട്ട് കുറെ നാളായി നമ്മൾ പറയുന്നത്, പക്ഷെ വീട്ടിൽ കയറ്റില്ലാത്ത അവസ്ഥയായി. അതും പറഞ്ഞ ആൾക്കാർ ആരാധനയാണ്. ഞാനൊരു കൺവെൻഷൻ എന്നപ്പോൾ ഈ പാട്ട് പാടി. ഞാനവരെ വിളിച്ചു പറഞ്ഞു, ഈ പാട്ട് പാടരുത്, ഇത് അന്ന് യേശുക്രിസ്തു ഉള്ളില്ലാതിരുന്ന ഒരു ശതാധിപൻ പറഞ്ഞതാണ്. അവന്റെ വിശ്വാസം വലുതായിരുന്നു. കാരണം നമുക്ക് കർത്താവിന്റെ ദാസന്മാര് വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുള്ളൂ. നമ്മൾ വിശ്വസിക്കുമ്പം അവൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും അനുസരിക്കും, നിനക്ക് സ്ഥലങ്ങളുടെ മേൽ അധികാരമുണ്ട്, നമുക്കാണൊരു പ്രത്യേക സ്ഥലത്തിരുന്ന് പോയി പ്രാർത്ഥിച്ചാലേ നടക്കുള്ളൂ, കാരണം ദൈവം ആ സ്ഥലത്ത് വരുന്നാലേ നടക്കുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ശതാധിപൻ ചിന്തിച്ചത്, നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി എന്റെ കൊച്ചു സൗഖ്യമാകാൻ, അവിടെ ഒന്ന് തലയ്ക്ക് പിടിച്ച് കുലുക്കേണ്ട കാര്യമൊന്നും. അത് ഇസ്രായേലിൽ ഇന്നുള്ളതിനേക്കാളും വലിയ വിശ്വാസം തന്നെയാണ്. പക്ഷേ അവൻ വീണ്ടും ജനിച്ചവനല്ല, അവന്റെ ഹൃദയത്തിൽ കർത്താവില്ല, അവന് പാപബോധമേ ഉള്ളൂ, വീണ്ടും ജനിച്ച ബോധമില്ല. അതുകൊണ്ട് അവന് വീട്ടിൽ കയറ്റാൻ പ്രയാസമാണ്. എനിക്ക് ആ പ്രയാസമില്ല, എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ഞാൻ ദൈവത്തിന്റെ അഡോപ്റ്റ് ചെയ്യപ്പെട്ട പുത്രനാണ്, മക്കളാണ്, നമ്മളെല്ലാം അങ്ങനെയാണ്. വി ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമുക്ക് എന്താണ് ധൈര്യമില്ലാത്തത്? വി വിൽ ഓൾവേസ് സിംഗ് ഗ്ലോറി ഓഫ് ദ ലോർഡ്, ഗ്ലോറീസ് ഓഫ് ദ ലോർഡ്, ആൻഡ് ever forever proclaim that hope, that blessed hope that God has given us. ഈ ഞരക്കം, അതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഞരങ്ങാൻ ആത്മാവ്. ഞാൻ എത്ര പ്രസംഗിച്ചാലും ഇത് 8:30 അല്ല 10:30 അല്ല രാത്രി 12:30 വരെ ഈ പ്രസംഗം ഇങ്ങനെ നടന്നാലും ഈ ഞരക്കം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ മാത്രമേ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന തേജസ്സിനപ്പുറത്ത് ഒരു ദിവ്യമായ തേജസ് നമ്മളെ കാത്തിരിപ്പുണ്ടെന്നുള്ളൊരു വെളിപ്പാടുള്ളിൽ കിട്ടാതെ നമ്മൾ നന്നാകാൻ പോകുന്നില്ല. ഉണർവിന്റെ ഏറ്റവും വലിയ അടയാളം ഈ പ്രത്യാശയാണ്. പക്ഷെ പ്രത്യാശ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നതും എല്ലാം ഒരു 70 വർഷം മുമ്പുള്ള, എന്നോട് ഒരാൾ പറഞ്ഞു 90 മുതലാ പാസ്റ്ററെ കൃത്യമായിട്ട് ഈ പ്രോസ്പെരിറ്റി തിയോളജി വന്ന് ഈ മണ്ണിൽ കയറിയതോടുകൂടി പ്രോസ്പെരിറ്റി തിയോളജിയിൽ വിശ്വസിക്കാത്തവരെ പ്രോസ്പെരിറ്റിയാണ് പറയുന്നത്. തൊണ്ണൂറ് മുതലാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പം ഏതാണ്ട് 44 വർഷമായി അല്ലേ? അല്ല
34 വർഷം. ഇതിന് താഴോട്ടേ പോവുള്ളൂ. മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ഇത് നിർത്തണം. നിർത്തിട്ട് പറയണം, കർത്താവേ നിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ, നീ മാത്രം, ക്രിസ്തു മാത്രം, ക്രൈസ്റ്റ് അലോൺ. ഞങ്ങൾ വേറെ ഒന്നിനെയും വാല്യുബിൾ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ലഭിക്കണം. അത് കർത്താവിനോട് ചോദിക്കണം, കർത്താവെ നിന്നെ മാത്രം പ്രസാദിപ്പിക്കും. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പിള്ളേരെ മിഷണറിമാരായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ മിഷണറി കോളിംഗ് ഉള്ള പിള്ളേർ, അവരെ നമ്മൾ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അടുത്ത ജനറേഷൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ടത് എവിടെയാണെന്നറിയോ? പെന്തക്കോസുകാരുടെ പാസ്റ്റർമാരുടെ കയ്യിൽ നിന്നാണ്. ഒരു പെൺകുട്ടി MSW ഒക്കെ കഴിഞ്ഞ് അവൾ മിഷണറി ആയിട്ടൊരു ദേശത്ത് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഒരു പാസ്റ്റർ ഒന്ന് ആലോചന പറയാണ്, 2000 പേരുള്ള ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് സെന്ററിൽ നീ ആരാധന ലീഡ് ചെയ്യുന്നതായിട്ട് ദൈവം കാണിക്കുന്നു. ഇവിടെ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പോയ സ്ഥലത്ത് സ്ത്രീകൾക്ക് വെളിയിലിറങ്ങാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് ഒരു പുരുഷൻ ചെന്നിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം. അവിടെ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് പോയേ പറ്റൂ. സമ്മതിക്കില്ല. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ കയ്യിൽ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, ഈ കുട്ടിയെ ഇങ്ങനെ മിഷണറി ആയിട്ട് വിടുന്ന ദുരാത്മാവിനെ പുറത്താക്കാൻ വേണ്ടി വീട് ലോക്ക് ചെയ്തിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പാസ്റ്ററുടെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. വി ഹാവ് ഡിനൈഡ് ക്രൈസ്റ്റ്. കാരണം ഇവരൊക്കെ പോയി ഇഷ്ടം പോലെ സമ്പാദിച്ചുകൊണ്ട് വന്നാലേ സഭകൾക്ക് നിലനിൽപ്പുള്ളൂ. എന്നാലേ മാതാപിതാക്കളെ പ്രസാദിക്കുകയുള്ളൂ. കാരണം ഒരു പാസ്റ്റർ 3 വർഷത്തേക്ക് ഒരു ദേശത്തേക്ക് പോകുന്നത്, അപ്പോൾ അവിടുത്തെ മാതാപിതാക്കളായി ടൈത്തൊക്കെ കൊടുക്കുന്ന, അവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ആ ശുശ്രൂഷ മുമ്പോട്ട് പോകില്ല. ഈ പാവം പിള്ളേരിൽ 5 വയസ്സ് പോലും ഇല്ല, അവരോട് നിൽക്കാനും ആരുമില്ല. എൻ്റെ മക്കൾ വല്ലതും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ചേസ് ജോസഫ് പാസ്റ്ററിനെതിരെയും സഭയ്ക്കെതിരെയും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം പാസ്റ്റർമാരാ. നമ്മൾ കർത്താവിനെ തോപ്പിച്ച് കളഞ്ഞു എന്നാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. ഇറ്റ്സ് വെരി പെയിൻഫുൾ. വി ആർ എ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് ലോസ്റ്റ്. ഞാനിത് സ്നേഹം കൊണ്ട് പറയുന്നത്, ഞാൻ വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്ന. But this is what we are facing every day. ഈ പിള്ളേരെല്ലാം ഒരിടത്ത് ചെന്നപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഒരു മകൻ പറഞ്ഞു, എനിക്ക് സുവിശേഷയിലേക്ക് മിഷണറി ആയിട്ട് പോകണം. പിള്ളേർ, നിനക്ക് എന്നോട് കർത്താവ് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അതിനെ പുള്ളി പറഞ്ഞു, പാസ്റ്റർ പോകുന്ന കാര്യമില്ല, ഞാൻ പോകുന്ന കാര്യം. ഞാൻ പറയാതെ നിന്നോടൊന്നും ദൈവം സംസാരിക്കാൻ പോകുന്നില്ല. അത് പിന്നെ IPC ചർച്ച് ഓഫ് ഗോഡ് ഒന്നുമല്ല, ഇൻഡിപെൻഡന്റ് ചർച്ച്. അതിൻ്റെ കാര്യം പിന്നെ പറയാനുമില്ല. ആരെന്താ പറയുന്നെന്ന് പോലും അവിടെ ഒരു സ്ക്രൂട്ടിനി ഇല്ല, എന്തു വേണേലും പറയാം. അവിടെ ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാം ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ന്യൂ ജനറേഷൻ ചർച്ചിൽ പോകുന്ന ആൾക്കാരെ വേളാങ്കണ്ണി പോകുന്ന കത്തോലിക്കരെ പോലെ ഉള്ളൂ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഹിന്ദുവിനെ പോലെ, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ മണർകാട് പള്ളി പോകുന്ന, മലയാറ്റൂർ മല കയറാൻ പോകുന്ന ഒരു ക്രിസ്ത്യാനി ഉള്ളൂ. എന്തിനാ? കാര്യം സാധിക്കാൻ തോമസിലിയ പ്രാർത്ഥിക്കണം, കാര്യം സാധിക്കാൻ മറിയാമ്മ പ്രാർത്ഥിക്കണം, കാര്യം സാധിക്കാൻ എന്താ വേളാങ്കണ്ണി മാതാവ് പ്രാർത്ഥിക്കണം, കാര്യം സാധിക്കാൻ തങ്കു ബ്രദർ പ്രാർത്ഥിക്കണം. അതിന് ബസ് കയറി കിലോമീറ്ററിൽ കയറി കാര്യം സാധിക്കാൻ വേണ്ടി, വേറെ ഒന്നുമില്ല. ഏതായാലും കർത്താവ് ആണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തങ്കു ബ്രദർ എന്നല്ലോ, ഏതായാലും രക്ഷയൊന്നും അല്ല. ഉദ്ദേശം ഇതാണ്, അതായത് ഒരാള് തീർത്ഥാടനത്തിന് പോകുന്ന, ഇവിടെ പിൽഗ്രിം സെന്ററുകളിൽ പോകും, അതേ മൈൻഡാണ് ഈ കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക്. അവരെ നമ്മൾ ക്രിസ്ത്യാനികളെന്നാണ് വിളിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, വന്ന് ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു പരിശോധന തന്നെയാണ്. അവിടെ മധ്യസ്ഥന്മാർ മരിച്ചു പോയെന്നുള്ളൂ, അവർക്ക് 5 രൂപ സ്വത്രാഴ്ച ഇട്ടാലും 10 രൂപ ഇട്ടാലും അവരൊന്നും അറിയുന്നില്ല, മരിച്ചുപോയി, കണ്ണടിക്കാത്തായി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നിസ്സാര ചെലവല്ല. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞത്? ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നടക്കുന്നില്ലെന്നേ, ഒരു പണിയും നമ്മൾ പ്രാർത്ഥിച്ച് നടക്കുന്നില്ല. ഈ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ കാര്യം സാധിച്ചു വരുന്ന മധ്യസ്ഥന്മാരെ അന്വേഷിച്ച് പിന്നെ നമ്മൾ നടപ്പാണ്. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാർ ആരെങ്കിലും ഉണ്ടോ ബ്രദറെ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
കൃപയുള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ അർത്ഥം? വാഴ്ത്തപ്പെട്ട പുണ്യാളന്മാർ എവിടെയെങ്കിലും ഉണ്ടോന്നാണ്. പുതിയ നിയമത്തിൽ പറയുന്ന പ്രാർത്ഥനകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇപ്പൊ ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പാസ്റ്റർ എനിക്ക് വേണ്ടി പൗലോസ് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആര് പ്രാർത്ഥിച്ചാലും ദൈവം പെട്ടെന്ന് കേൾക്കുന്നേ? ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. യേശുക്രിസ്തു മൂലം പ്രാർത്ഥിച്ച കർത്താവ് പിതാവിന്റെ അടുത്ത് കാര്യം വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. കർത്താവിന് സ്തോത്രം പറയല്ലേ. ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ സ്തോത്രം പറയാൻ അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നൊന്നും ആരും കേൾക്കാതെ പോകും, അതേ ഉള്ളൂ കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ദൈവാത്മാ പ്രേരിപ്പിക്കുകയാണെങ്കിൽ പക്ഷെ സ്തോത്രം പറയാൻ ഉള്ളിൽ നിന്ന് വന്നെങ്കിലേ പറയാവുള്ളൂ. കാരണം ഇതൊക്കെ അപകടകരമാണ്. ഇതൊക്കെ സ്തോത്രം പറഞ്ഞാൽ എങ്ങനെയായി തീരും നമുക്ക് അറിയത്തില്ല. കർത്താവ് ഇവിടെ പിള്ളേർ മിഷണറിമാരായിട്ട് പോകുമ്പോൾ തടഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നാളെ പോകുമ്പോൾ ഇതേ വേദന. ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ മിഷണറി വേലയ്ക്ക് ഇറങ്ങി, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എൻ്റെ അപ്പന് പ്രത്യേകിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മകൻ അല്ലെ മകൾ ഉണ്ടാവുമ്പോൾ കർത്താവിന് വേണ്ടി അവർ വില കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ വേദനിച്ച് കരയണം. ഞാൻ കർത്താവിനോട് നിലവിളിക്കണം. അത്രയും വേണ്ട കർത്താവേന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള മക്കളെ തരണം എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അങ്ങനെ ഇറങ്ങിപ്പോയി നമുക്ക് വേദനിക്കണം. ആ വേദന സഹിക്കുന്നത് നല്ലതാണ്. സന്തോഷമായല്ലോ. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ദിശ. പ്രത്യാശയെക്കുറിച്ച് ഞാൻ ഏകദേശം പറഞ്ഞു. ഇനി ഇതിന്റെ ഉറപ്പ് എങ്ങനെ കിട്ടുമെന്നും കൂടെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി എങ്ങനെ കിടന്നുറങ്ങും? നമ്മളൊന്നും ശരിയായിട്ടും ഇല്ല, സ്വർഗത്തിൽ പോകുമോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ദൈവം രക്ഷിക്കുന്നത് പ്രത്യാശയിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ്, അല്ലേ? ഇപ്പൊ വിശ്വാസം എന്ന പാലമാണ് ആദ്യം ദൈവം നമുക്ക് തരുന്നത്. അപ്പൊ അതിനകത്ത് എന്തുകൊണ്ട്? പ്രത്യാശയുമുണ്ട്. നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ഇനി എഫെസ്യർ 1:17 പറയുന്നു, നമ്മെ വിളിച്ച വിളിയാലുള്ള ആശ. അപ്പൊ വിളിക്കകത്ത് തന്നെ എന്ത് വെച്ചിട്ടുണ്ട്? രാവിലെ 8-8:30 ആകുമ്പോൾ അമ്മ വിളിക്കുക, വാ എടാ വാടാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഒരാശയുണ്ടല്ലേ വിളിക്കകത്ത്. ഉഴപ്പ് കാണിച്ചിട്ട് വിളിക്കുന്ന വേറെ, അതിനകത്ത് ഞെട്ടലും വേദനയൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ഒരു ആശ തന്നിട്ട് വിളിക്കുന്നത്. നീ എന്റെ പിന്നാലെ വന്നാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ അവനെ വിശ്വസിച്ചാൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. ഈ എബ്രഹാമിനെ ദൈവം അങ്ങനെ തന്നെയാണ് വിശ്വസിപ്പിച്ചത്. നമുക്ക് ആ പ്രത്യാശയെക്കുറിച്ച് നോക്കാം. ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഞാൻ ഒന്ന് ഓടിച്ചു പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് എബ്രഹാമിന് പ്രത്യാശ ലഭിച്ചത്, എങ്ങനെയാണ് നമുക്ക് പ്രത്യാശ ലഭിച്ചത്? രണ്ടും ഒരേ സാധനം തന്നെയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അപ്പൊ എബ്രഹാമിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആണയിട്ടാണ് വാക്ക് പറഞ്ഞത്, അല്ലേ? നമ്മളാരും ആണയിടുമ്പോൾ, നമ്മളാരും ആണയിടാറില്ല. ഇനി ആണയിടുവാണെങ്കിൽ ആരെക്കുറിച്ചായിരിക്കും? വീട്ടിലെ പൂച്ചയെ ചൊല്ലി ആണയിടുവാരെങ്കിലും, എൻ്റെ വീട്ടിലെ പൂച്ചയാണേ സത്യം എന്ന് പറയുമോ? നമ്മളെക്കാൾ വലിയ ആളെക്കുറിച്ച് ആണയിടുള്ളൂ. അമ്മയാണേ സത്യം, ചിലർ കർത്താവാണേ സത്യം എന്നൊക്കെ പറഞ്ഞു കളയും. അത് ഉയരത്തിലുള്ള ആൾക്കാരെ ദൈവമാണെന്നൊക്കെ പറയത്തില്ലേ? പ്രത്യേകിച്ച് അവിശ്വാസികളെങ്കിലും അങ്ങനെ പറയുമല്ലോ. ഓക്കെ, അപ്പൊ ദൈവം ആണയിട്ടു, നമ്മളുടെ ആണയിടരുതെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? നമ്മൾ എപ്പോഴാണ് ഇടേണ്ടി വരുന്നത്? ഇപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിലെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ. ഹോസ്റ്റലിൽ ആദ്യം ഞാൻ ചെല്ലുമ്പം, ഞാൻ വിശ്വാസിയായി കഴിഞ്ഞ് കുറേ നാളിങ്ങനെ അവിടുത്തെ വാർഡനോട് ഇങ്ങനെ സംസാരിച്ച് പതുക്കെ വാർഡൻ എന്നെ ഭയങ്കര വിശ്വാസമായി. ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി വിശ്വസിക്കും. ഇപ്പം മഴയാന്ന് പറഞ്ഞാലും പുള്ളി വിശ്വസിക്കും. അത്ര വിശ്വാസം. അപ്പം എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പുള്ളി എന്നോട് ചോദിക്കും, ചേച്ചേ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞാൽ അതിനപ്പുറം അപ്പീലില്ല, വേറെ റിക്വസ്റ്റ് ഇല്ല. അത്ര ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ആണിടേണ്ട കാര്യമില്ല. ആണിടേണ്ട കാര്യമില്ലാത്ത എന്തുകൊണ്ടാ? ഈ വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ
അവർ പറയാം ചേസ് പറഞ്ഞല്ലേ സത്യമായിരിക്കും, പിന്നെ ആണയുടെ പ്രശ്നമില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മളെന്നാ കർത്താവ് പറയുന്നു. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എനിക്കൊരു ബുദ്ധി തോന്നി. കുറേ നാളായി ശരിക്കും പഠിച്ചിട്ട്, ഹോസ്റ്റലിൽ ഉഴപ്പാ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ശരിക്കും അങ്ങിരുന്ന് പഠിച്ചേക്കാം. ഞാൻ പഠിത്തം തുടങ്ങി, ഒരു നൈറ്റ് മുഴുവൻ ഉറക്കം വിളിച്ച് പഠിച്ചു. പിറ്റേ ദിവസം 4 മണി വരെ, ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം ആണ് ഈ ബുക്ക് മടക്കുന്നത്. അങ്ങനെ സാധാരണ പഠിക്കാറില്ല ഒരിക്കലും ജീവിതത്തിൽ. അതിന് ശേഷം അതിന് മുമ്പ് അങ്ങനെ പഠിച്ചിട്ടില്ല. ഒരു തോന്നുന്നേ അന്ന് വൈകിട്ട് 6 മണിയായപ്പോഴേക്കും ഞാൻ കിടന്ന ഒരൊറ്റ ഉറക്കം ഉറങ്ങി, ബോധം പോയി. ഒരു ബോധവും ഇല്ല. 2 ദിവസം ഉറക്കം ഒന്നിച്ച് കിടക്കുക. രാത്രി 11 മണിയായി, 12 മണിയായി. 12 മണിയായപ്പം ഞാൻ താമസിക്കുന്ന റൂമിന് താഴെ ഒരുത്തിനൊരു ഗുണ്ട് കൊണ്ടൊന്ന് പൊട്ടിച്ചു. ഈ ഗുണ്ട് പൊട്ടിച്ചതോടുകൂടി അവിടെ ഒരു പഴയ നമ്മളിങ്ങനെ കറക്കുന്ന ടെലിഫോൺ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു മര കുറ്റിയുടെ മുകളിൽ വെച്ചിരിക്കുമായിരുന്നു. അത് പൊട്ടിത്തെറിച്ചു പോയി. ഈ ഫോൺ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു 100 മീറ്റർ അവരെന്നുള്ള ആൾക്കാരുടെ ഓടി വന്നു രാത്രി 12 മണിക്ക്. എന്താ സംഭവം? ഈ മോളിൽ കിടന്നുറങ്ങുന്നത് ഞാൻ മാത്രം അറിഞ്ഞില്ല. മാനേജർ വരുന്നു, അവർ വരുന്നു, ഹോളിൽ യോഗം കൂടുന്നു. ഉടൻ വാർഡൻ ചേസ് എവിടെ? കാരണം ഞാനാണല്ലോ ഈ ഇൻവെസ്റ്റിഗേഷൻ. ഞാനില്ല. അവസാനം എൻ്റെ റൂമിൽ ഒന്ന് തുറക്കും. ഞാൻ എന്ത് ചെയ്ത് എഴുന്നേൽക്കുന്നില്ല, വളരെ കഷ്ടപ്പെട്ട് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി. സൗണ്ട് കേട്ടില്ല? ഞാൻ പറഞ്ഞില്ല. പുള്ളിയുടെ ഉള്ളൊരു സംശയം, ഇവനും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാവാൻ സാധ്യത. പുള്ളി ഉള്ളിലെ സംശയം വെച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വേറെ റൂമിൽ, ഞങ്ങളുടെ റൂമിനുള്ള ഓപ്പോസിറ്റ് റൂമിൽ കയറി. പുള്ളി അതിനുശേഷം പുള്ളിക്കൊരു ഇത്തിരി പാരനോയ ഉണ്ടായി. എവിടെ ചെന്നാലും ഇങ്ങനെ സ്മെല്ല് നോക്കി, വെടിമരുന്നിൻ്റെ മണം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പം അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത മുറിയിൽ കയറി വെടിമരുന്നിൻ്റെ മണം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്നോട് ചോദിച്ചു, ചേസിങ് വന്നേ പരിശോധിക്കുന്ന. സത്യം പറയട്ടെ, അന്ന് എനിക്ക് ജലദോഷമായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു വെടിമരുന്നിൻ്റെ മണമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ജലദോഷമാണ്. അതോടെ പുള്ളി എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും പുള്ളി വിശ്വസിക്കത്തില്ല. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ ആണയിട്ടാലും സത്യോ സാറേ എന്ന് പറയാതെ പറ്റത്തില്ല. കാരണം പുള്ളി വിശ്വസിക്കണ്ടേ. അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആണയിടാതെ ഒരു നിവൃത്തിയില്ല. അവൻ്റെ കർത്താവ് പറഞ്ഞത്, ഈ 2ാമത് ആണയിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അവൻ ദുഷ്ടനാണ്. കാരണം അവൻ കള്ളനാണ്. അവൻ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ആരും വിശ്വസിക്കില്ല എന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് അവൻ ആണയിട്ട് പോവുകയാണ്. കാരണം ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട്. ശരിയായില്ല ഇപ്പം? എന്നിട്ട് കർത്താവ് ആണയിട്ടു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും നമ്മളോട് പറഞ്ഞിട്ട് കർത്താവ് ആണയിട്ടു. കാരണം കർത്താവ് പറഞ്ഞ കാര്യം ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. എബ്രഹാമിന്റെ സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ അവൻ ഇത്രയും വലിയ ഒരു കൂട്ടത്തിന്റെ അപ്പനാവുമെന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉള്ള മക്കളുണ്ടാവുമെന്ന് എബ്രഹാമിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പൊ എബ്രഹാമിനോട് പറഞ്ഞു, മോനെ ഞാനിതൊരു ഓർഡറായിട്ട് പാസ് ചെയ്യുന്നു. ഉൽപ്പത്തി 15:6 പറയുന്നു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഡിക്രി എന്നാണ്. ഡിക്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത് പോലത്തെ ഒരു വാക്കാണത്. അതിന് പിന്നെ അഴിക്കാനോ മാറ്റാനോ പറ്റില്ല. അതിനാണ് ഡിക്രി എന്ന് പറയുന്നത്. ഇപ്പൊ ദൈവം ഒരു ആണ ഇടുകയാണ്. അതിനാണ് ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഡിക്രീഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊരിക്കലും പിന്നെ അഴിക്കാൻ പറ്റാത്ത ആജ്ഞ. അതുപോലെ ഇവിടെ ഒരു മരം ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഡിക്രിയാണ്, അവിടെ ഉണ്ടാകും. കണ്ടീഷൻസ് ഒന്നുമില്ല, കൽപ്പിച്ചു എന്നാണ്. അന്ന് മുതലാണ് എബ്രഹാം വിശ്വാസിയായി തുടങ്ങിയത്. കാരണം എന്തിനാണ് വിശ്വസിച്ചത്? ഈ വാഗ്ദത്തത്തിലാണ് വിശ്വസിച്ചത്. എബ്രഹാം ആദ്യമൊക്കെ ഭയങ്കര ബലഹീനനായിരുന്നു. നമുക്കറിയാം, അബിമേലെക്ക് സാറയെ തട്ടിക്കൊണ്ടുപോകുന്നൊരു പേടി വന്നപ്പോൾ അബ്രഹാം സാറയോട് എന്താ പറഞ്ഞു? ഞാൻ നിന്റെ സഹോദരനാന്ന് പറഞ്ഞാൽ മതി. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? അവർ കൊന്നിട്ട് സാറയെ കൊണ്ടുപോകും. സഹോദരൻ എന്ന് പറഞ്ഞാലോ കൊല്ലാതെ സാറയെ കൊണ്ടുപോകും. അപ്പൊ ഏതാ അബ്രഹാമിന് ഇഷ്ടം? കൊല്ലാതെ സാറയെ കൊണ്ടുപോക്കോട്ടെ. എന്തോ ഒരു പ്രശ്നമുണ്ടോ അതിനകത്ത്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവായിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ സഹോദരൻ എന്ന് പറഞ്ഞു, എന്നെ കൊല്ലാതെ നീ നോക്കി, നീ പൊക്കോളാൻ പറഞ്ഞ എങ്ങനെയുണ്ട് അവസ്ഥ? എബ്രഹാം ചെയ്ത പണി. ആ എബ്രഹാമിനെ സാറ യജമാനെന്ന് വിളിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്കൊന്നുമില്ല വേറെ ഏതെങ്കിലും ലോകത്ത് ഭാര്യമാരെ സമ്മതി.
എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ തൻ്റെ ഇടമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ടൊന്നും ചോദിക്കും. അത്രയേ ഉള്ളൂ, തീർന്നു. ഈ എബ്രഹാം സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ കാലെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചു. 100 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ, ഓർമ്മയില്ലേ? പക്ഷെ സ്വന്തം മകനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാതെ, ചിന്തിക്കാതെ, സാറായോട് പോലും പറയാതെ അവനെ എടുത്തുകൊണ്ട് മോറിയ മലയിലേക്ക് നടക്കുകയാണ്. അപ്പം എന്തുമാത്രം എബ്രഹാം മാറി നോക്കി. എന്തുകൊണ്ടാണ് മാറിയെന്നറിയോ? അവൻ്റെ ഉള്ളിൽ ഈ ഫെയ്ത്ത് കിടപ്പുണ്ട്. ദൈവം അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ആ വാക്കാണ് ഇവനെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അതായത് നമ്മളെ രക്ഷിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്താ ചെയ്യുന്നത്? നമ്മളെ രക്ഷിക്കുക. അപ്പോൾ എബ്രഹാമിനെ ഇങ്ങനെ നീതിമാനും അനുസരിക്കുന്നവനാക്കി മാറ്റിയത് എന്തോ? അവൻ്റെ ഉള്ളിൽ കിടന്ന വിശ്വാസം. കണ്ടോ, ഇതാണ് ഈ പഴയ നിയമം പുതിയ നിയമം പോലെ വ്യാഖ്യാനിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമുക്കിത് എങ്ങനെ മനസ്സിലാകുന്നത്? റോമാലേഖനം 4:17 പറയുന്നു, എന്താണ് എബ്രഹാം വിശ്വസിച്ചത്? മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പം ബൈബിളിൽ ആദ്യമായിട്ട് ഒരാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന അബ്രഹാമാണ്. അതുകൊണ്ടാണ് എബ്രഹാം നമുക്ക് വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത്. അവിടെ എന്താണ് ആ സ്പെസിഫിക് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവം, അതാണ്. അപ്പൊ എബ്രഹാം ഈ കുഞ്ഞുമായിട്ട് പോവാണ്. ആടില്ല, വിറകുണ്ട്. അപ്പൊ ആ പോകുന്ന പോക്കില് എബ്രഹാമിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം എന്താണ്? ഈ ഇസ്ഹാക്ക് മരിച്ചാലും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തരാൻ പറ്റുന്നൊരു ദൈവമുണ്ട്. പേടിയില്ല, അപ്പൊ കൊല്ലാൻ പേടിയില്ല. എന്തുകൊണ്ടില്ല? ദൈവം പറഞ്ഞിട്ടാണ്. ദൈവത്തിന് ഇവൻ രണ്ടാമത് ജീവിപ്പിക്കാൻ സാധിക്കും. പൗലോസ് പറയുന്ന രണ്ടാമതൊരു വിശ്വാസമാണ്. ഇനി കർത്താവ് തീരുമാനിക്കാൻ, ഓക്കെ ഇവൻ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിലും, ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതിനെ പോലെ മക്കളെ വിളിച്ചു വരുത്തി കൊടുക്കാൻ, അത് തന്നെയാ കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്. എബ്രഹാമിന്റെ വിശ്വാസമല്ല നിങ്ങളുടെ വിശ്വാസം. എബ്രഹാമിന് വേണമെങ്കിൽ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത്ര ഭയങ്കര വിശ്വാസമായിരുന്നു എബ്രഹാമിന്റെ ഉള്ളിൽ കിടന്നത്. അതിന് കാരണം എബ്രഹാം അല്ല, ഈ ദൈവത്തിന്റെ കല്ലെ പിള്ളേർക്ക് നാണയാണ്. ഡിക്രി ഓഫ് ദ ലോർഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുറച്ചൊക്കെ വിശ്വസിക്കുമായിരിക്കും. എന്നല്ലേ ദൈവദാസനല്ലേ, എന്തെങ്കിലും സത്യമായിരിക്കും പറയുള്ളൂ എന്ന് ചിന്തിക്കുമായിരിക്കും. ദൈവം പറഞ്ഞാലോ 100% അല്ലേ? അപ്പൊ ദൈവം ഒരു ഓർഡർ ഇട്ടാലോ പിന്നെ അതിനെക്കുറിച്ച് സംശയമില്ലല്ലോ. ഇനി അടുത്ത വാക്യം. അത് മാത്രമല്ല, ഈ പുതിയ നിയമം വായിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്ന എബ്രഹാം പുനരുത്ഥാനത്തിൽ നിന്നെന്ന പോലെ ഇസ്ഹാക്കിനെ തിരിച്ചു പ്രാപിച്ചു. അതുമാത്രമല്ല, രണ്ടാമത്തെ വിശ്വാസം എന്തായിരുന്നു? ഇല്ലാത്തതിനുള്ളതുപോലെ നമ്മളെ പോലെയുള്ള ലക്ഷക്കണക്കിന് മക്കളെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് വിളിച്ച് എബ്രഹാമിന് മക്കളായി കൊടുത്തു. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എങ്ങനെയായി? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ബഹുജാതികൾക്ക് അവൻ പിതാവായി മാറി. ശരിയല്ലേ? അപ്പൊ നമ്മളൊരു കാര്യം, ഈ വിശ്വാസത്തിന്റെ അനുസരണം എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. വിശ്വാസത്തിന് എന്തുണ്ട്? അനുസരണമുണ്ട്. രാവിലെ ഞാനത് പറഞ്ഞായിരുന്നു. എബ്രഹാം ഇപ്പൊ നമുക്ക് ഇപ്പൊ 1 പിള്ളേരും 2 പിള്ളേരൊക്കെ ഉള്ളൂ. എന്താ കാരണം? ഒന്നാമത് ഈ 10 പ്രാവശ്യം ആശുപത്രി കയറി ഇറങ്ങാന്ന് പറയുന്നത് മടുപ്പാണ്. ആരോഗ്യം പോയെല്ലാം പോകും. രണ്ടാമത്തത് ഇവരെയൊക്കെ വളർത്തി ഒരു കരയിൽ എത്തിക്കാനുള്ള പാട്, അതാണ് അല്ലെ? അതുകൊണ്ടല്ലേ? ശരിയാണ്. നിങ്ങളത് മൂളിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഒരു കൊച്ചുള്ളെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വീടും കൊടുത്താൽ മതി. അവന് വേറെ വീട് പണിയാനൊന്നും പോകണ്ട അല്ലേ? 2 പിള്ളേരുണ്ടെങ്കിലോ 1 വീട് പണിയണം. ഇത് ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കാൻ, വേറെ ഒരെണ്ണം പണിയണം. 100 പിള്ളേരുണ്ടെങ്കിലോ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് പണിയേണ്ടി വരും അല്ലേ? 100 റൂമുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങളുള്ള പിള്ളേരുണ്ടായാലോ? അപ്പൊ എബ്രഹാം ഇസ്ഹാക്കിനോട് എന്ത് പറയായിരുന്നു? ഇസ്ഹാക്കെ, നമുക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരും സന്തതി പരമ്പര ഉണ്ടാവും. അതുകൊണ്ട് നീ എവിടെ പോയാലും പട്ടണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഈ ദേശം മുഴുവൻ നമ്മൾ അവകാശമാക്കാൻ പോവാണെന്ന് പറയണ്ടേ അല്ലേ? എബ്രഹാം എന്താ പറഞ്ഞെന്നറിയാം? ഇത്രയും മക്കളെ ദൈവം തന്നാൽ ദൈവ ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ അതിൻ്റെ കൂടെ കർത്താവ് തരാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ടെൻ്റ് അടിച്ച് താമസിച്ചാൽ മതി. ഫെയ്ത്ത് പോയ പോക്കാലോചിക്കും. ഈ ദൈവം തരുന്ന ഡിക്രിയുടെ മേൽ ഈ ഫെയ്ത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരല്ലാതെ വരുക. അപ്പോൾ എബ്രഹാം കനാൻ ദേശത്ത് പാർത്തോണ്ട് പറയാണ്, ഇതല്ല മക്കളെ വാഗ്ദത്ത ദേശം. നമുക്ക് കാണാൻ പറ്റാത്തത്, ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങളുമുള്ള ഒരു നഗരമാണ് നമ്മുടെ യഥാർത്ഥ വാഗ്ദത്ത ദേശം. ഇത് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അബ്രഹാമിന്റെ കഥ അവിടെ വായിച്ചിട്ട് പുതിയ നിയമം കൂടെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എബ്രഹാം കാത്തിരുന്ന വാഗ്ദത്ത ദേശം കനാൻ ഒരു നിഴൽ മാത്രമാണ്. ഈ സ്വർഗീയ കനാനാണ് എബ്രഹാം നോക്കിയിരുന്നത്. ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം. എത്ര മനോഹരമാണത്!
ഇനി നമ്മുടെ കാര്യം 17 വാക്യം വെച്ച്. അതുകൊണ്ട് വാഗ്ദത്തത്തിന്റെ അവകാശികൾ, അതിന്റെ വിളിച്ച വിളിയാലുള്ള ആശ കിട്ടിയവർക്ക് തന്റെ ആലോചന എബ്രഹാമിന് കൊടുത്ത ആണ പോലെ മാറാത്തത് എന്ന് കാണിപ്പാൻ, അധികം സ്പഷ്ടമായി കാണിക്കുവാൻ. അതായത് നമുക്ക് എബ്രഹാമിന്റെ അത്രയൊന്നുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് ഈ പറഞ്ഞ ആണ അത് 100% ആണെന്നത് ഒരിക്കലും നടക്കാതെ പോവുകയില്ലെന്ന് കാണിക്കുവാൻ ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. നമുക്കും ഉണ്ട് ഒരാണ ദൈവം തന്നിട്ടുണ്ട്, ഒരു ഡിഗ്രി. അപ്പൊ ദൈവത്തെ ആരെ ചൊല്ലി ആണയിട്ടിരിക്കുന്നറിയോ? തന്നേക്കാൾ വലിയവരെ കൊണ്ടാണ് ആണയിടുന്നത്. പക്ഷെ ദൈവത്തിന് തന്നേക്കാൾ വലിയ ആരും ഇല്ലാത്തതുകൊണ്ട് ദൈവം അവനെ ചൊല്ലി തന്നെയാണ് ആണയിടുന്നത്. അപ്പൊ പുതിയ നിയമത്തിന്റെ ആണ മുഴുവൻ പുത്രനെ ചൊല്ലിയാണ്. ഇവൻ ആണയോടുകൂടി മഹാപുരോഹിതനായവൻ 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? 23, 24 വായിച്ചു നോക്കി, അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എബ്രായർ? ഇവൻ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് 22 മറ്റുള്ളവർ ആണയോട് കൂടി അല്ല പുരോഹിതന്മാരെ, എന്നാൽ ഇവൻ ആണ കൂടാതെ അല്ല. അപ്പൊ ഈ ആണ എവിടെ ഇരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിലാണ്. ഇനി നമ്മൾ 18-ാം വാക്യം അധികം സ്പഷ്ടമായി കാണിപ്പാൻ ആണയാലും ഉറപ്പ് കൊടുത്തു. എന്താണ് ഈ ആണ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ശക്തിയുള്ള പ്രബോധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രിയാണ്. 18-ാം വാക്യം, അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ഇത്ര നേരം എന്താ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്? ഇത് പിടിക്കണം. ഇനി പിടിക്കാൻ എൻ്റെ അടുത്തുണ്ടോ കാര്യമില്ല. ആരുടെ അടുത്ത് പോകണം? കർത്താവിൻ്റെ അടുത്ത് പോകണം. ഈ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അപ്പൊ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് കർത്താവേ എന്നെ രക്ഷിക്കണേ, ഞാൻ നിന്റെ പുത്രൻ എനിക്കായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പം കർത്താവ് നമുക്ക് തരുന്ന ഒരാണയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോവുകയില്ല. കിട്ടിയോ? ആണ കിട്ടിയോ? ഇവിടെ 2 കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിട വരുന്നു. അപ്പം ഭയങ്കര ശക്തിയുള്ള ഡിഗ്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ എന്ന് പറഞ്ഞാൽ ആണ ഇടുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ ഒരു ഡിഗ്രിയാണ്. ദൈവം പറയുന്ന ഒരു ഓർഡർ. അടുത്തത് ആ പ്രത്യാശ. ഏത് പ്രത്യാശ? ഈ ദൈവത്തിന് മുമ്പ് ചെന്ന് ദൈവത്തിന്റെ ആണയാൽ കിട്ടുന്ന പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. ഈ നങ്കൂരം കണ്ടിട്ടുണ്ടോ? നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? ഒരു കപ്പൽ നിൽക്കാൻ വേണ്ടി ഇടുന്ന അയൺ റോപ്പ് ഇങ്ങനെ കറങ്ങി ഭയങ്കര സ്പീഡിൽ അത് പോകുന്നു, ഭയങ്കര ഹെവി അത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ചുമ്മാ ഒരു കാരണത്തെ ഒരു കൊളുത്തുന്ന, അതങ്ങനൊന്നുമല്ല. വലിയ കപ്പൽ നിൽക്കണമെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു അയൺ റോഡ് ഇങ്ങനെ കറങ്ങി പോകുന്നതാണ്. വലിയ വടം എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. ഇത് നേരെ പോയി താഴെ എവിടെയെങ്കിലും പാറയിൽ ഉടക്കണം. അത് ആ നങ്കൂരമാണ് ആ കപ്പലിനെ മുഴുവൻ നിർത്തുന്നത്. ഓക്കെ ആണോ? നങ്കൂരത്തിന് എത്ര ഹുക്കുണ്ട്? പെട്ടെന്ന് പറഞ്ഞു. 2 ഉള്ളൂ. ഇങ്ങനെ ഒരു തൃശൂലം കമത്തിയിട്ടിരിക്കുന്നവരല്ലേ അത് വരുന്നേ? അല്ല, തൃശൂലം പോലെ 2 ഹുക്ക് അല്ലേ? അപ്പൊ 2 ഹുക്ക് വേണം. ഏതിനാ? നങ്കൂരത്തിന്. അത് 2 കാര്യങ്ങളുണ്ട് അല്ലേ? ഈ നങ്കൂരത്തിന് എന്തുണ്ട്? ഉറപ്പ് ലഭിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. മാറ്റം വരാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളുള്ള 2 ഹുക്കുകളുള്ള ഒരു നങ്കൂരം പോലെയാണ് നമ്മുടെ പ്രത്യാശ. ഇത്ര മനസ്സിലായോ? ഈ 2 ഹുക്കുകൾ എന്താ നമുക്ക് നോക്കാം. അടുത്ത വാക്യം. ഏത്? ഈ പ്രത്യാശ. ഈ പ്രത്യാശ നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്ന ഒന്നും. അപ്പൊ ഈ എന്താ? തിരശീലക്കകത്തേക്കാണ് എന്ത് പോകുന്നത്? നമ്മുടെ പ്രത്യാശ പോകുന്നത്. തിരശീല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ളത് നമുക്ക് കാണാം, അപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ കാണാത്ത കാര്യങ്ങളാ അല്ലേ? പ്രത്യാശ എവിടെ പോയേക്കുന്നത്? നിന്റെ നങ്കൂര് എവിടെ ഹുക്ക് അയക്കുന്നത്? തിരശീലയ്ക്ക് അപ്പുറത്താ. ഈ തിരശീലയ്ക്ക് അപ്പുറത്താ എവിടെ ഹുക്ക് അയക്കുന്നത്? 2 കാര്യങ്ങൾ എന്തോ? അടുത്ത വാക്യം. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഈ ഹുക്ക് ആരുടെ അടുത്തേക്കാണ് ചെന്നേക്കുന്നത്? ഈ ഹുക്ക് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിലേക്കാണ് ഈ ഹുക്ക് ചെന്ന് മുട്ടിയേക്കുന്നത്. ഇത്ര മനസ്സിലായോ? ഇനി എന്താണ് ഈ ഹുക്ക് എന്ന് നമുക്ക് നോക്കാം.
ഒരു മഹാപുരോഹിതന്റെ ശുശ്രൂഷയിലുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1 പറ, യാഗം. അല്ലെ, മഹാപുരോഹിതൻ എന്താ ചെയ്യുന്നേ? യാഗം. 2 തൻ്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് ഈ 2 ഹുക്ക്. നമുക്ക് ആദ്യം യാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. എബ്രായ ലേഖനം 13:11 വായിച്ചു നോക്കി. എത്ര ഡീപ്പായിട്ട് ബൈബിള് പ്രത്യാശയെക്കുറിച്ച് പറയും നോക്ക്. 13:11 നോക്കി. മഹാപുരോഹിതൻ പാപപരിഹാരമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അടുത്ത വാക്യം. അങ്ങനെ യേശുവും തന്റെ സ്വന്തം രക്തത്താൽ തന്റെ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച്. ഓക്കെ, അപ്പൊ 2 യാഗങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്തും രക്തം വിശുദ്ധ മന്ദിരത്തിലുമാണ് അർപ്പിക്കപ്പെടുന്നത്. അല്ലെ, 2 സ്ഥലത്താണ്. ശരീരം കത്തിപ്പോകുന്നിടത്തല്ല രക്തം അർപ്പിക്കുന്നത്. രക്തം അർപ്പിക്കുന്നത് ദേവാലയത്തിനകത്തും, കത്തിപ്പോകുന്നത് പാളയത്തിന് പുറത്തുമാണ്. അപ്പൊ യേശു നഗരവാതിലിന് വെളിയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ യേശുവിന്റെ രക്തം എവിടെ അർപ്പിച്ചത്? വിശുദ്ധ മന്ദിരത്തിൽ. ഏത് വിശുദ്ധ മന്ദിരത്തിലാ? അത് യെരുശലേമിൽ കാണുന്ന ആ വിശുദ്ധ മന്ദിരത്തിലായിരുന്നില്ല. അത് 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കും. അപ്പൊ ഈ രക്തം എവിടെ അർപ്പിച്ചിരിക്കുന്നത്? തിരശീലയ്ക്ക് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റാത്ത വേറൊരു, ഈ സൃഷ്ടിയുടെ ഭാഗമല്ലാത്ത ഒരു വിശുദ്ധ മന്ദിരത്തിലാണ് രക്തം അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് നിശ്ചയവും സ്ഥിരവുമാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ ടൈം പോകുന്ന ടൈമിനകത്തുള്ള ഈ ഭൂമിയിലല്ല രക്തം അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സമയം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാത്ത നിത്യതയിലാണ് ആ രക്തം നമുക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അത് എപ്പോഴും പ്രസന്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ആ രക്തം നമുക്കായി ഗുണകരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എത്ര കർത്താവിനോട് ദൂരെ പോയാലും ഇന്ന് മടങ്ങി വന്ന് നേരെ നോക്കിയാൽ ആ രക്തം നിങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ദാറ്റ്സ് ആൻ എവർ പ്രസന്റ് സാക്രിഫൈസ്. ഇതാണ് ഒരു ഹുക്ക്. അതുകൊണ്ട് നിങ്ങൾ എത്ര ദൂരസ്ഥരായാലും നിങ്ങൾക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് അതിനകത്തൊരു ദുർമനസാക്ഷിയുടെ ആവശ്യമില്ല. അത് എബ്രായർ 10:19 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. അടുത്ത വാക്യം എന്താ? പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പൊ ഈ ദുർമനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഞാൻ പോയി, എന്നെ ഇനി കർത്താവ് തള്ളിക്കളഞ്ഞു കാണും, ഇത്രയൊക്കെ ഞാൻ ദൂരെ പോയില്ല, ഇനി കർത്താവ് എന്നെ മൈൻഡ് ചെയ്യില്ല, വിട്ടു എന്നും പറഞ്ഞ് യൂദാ പോയ വഴിക്ക് പോകാതെ പത്രോസ് വന്ന വഴിക്ക് വരണം എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്കായി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഇപ്പോഴും അത് അവിടെ ഫ്രഷാണ്. അത് ഉണങ്ങിപ്പോകുന്നില്ല, ഇല്ലാതാകുന്നില്ല. എല്ലാ സമയത്തും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് കൊണ്ട് ആ രക്തത്തിന്റെ അടുക്കൽ നമുക്ക് അവന്റെ രക്തം സകല പാപവും പോക്കി ഏത് സമയത്തും നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന നിയമരക്തം ഒരിക്കലായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഹുക്ക്. ആ ഹുക്ക് പിടുത്തം കിട്ടിയോ? നിങ്ങൾ എത്ര ദൂരസ്ഥരെന്ന് വിചാരിച്ചാലും നിങ്ങളും ക്രിസ്തുവുമായുള്ള അകലം ഒരു ചെറിയ കാർഡ്ബോർഡ് മതിൽ പോലുള്ളൂ. ഒന്ന് തട്ടിക്കളഞ്ഞ അപ്പുറത്ത് ഈ രക്തത്തിന്റെ അർപ്പണമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാപങ്ങൾ അവിടെ കഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പിന്മാറ്റക്കാർക്കെല്ലാം മടങ്ങി വരാൻ വേണ്ടിയുള്ള കോളിംഗ് ആണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഫാർദർ എവേ. ഞങ്ങൾ ദൂരസ്ഥരെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം, കൃപാസനത്തിലേക്കുള്ള പ്രവേശനം എല്ലാ സമയത്തും നമുക്ക് തുറന്നിരിക്കും. നിങ്ങൾ എന്ത് ബലഹീനതയുള്ളവരായാലും നിങ്ങൾക്ക് അവന്റെ അടുക്കൽ രോഗസൗഖ്യവും പാപമോചനവും ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ഹുക്കിൽ പിടുത്തം കിട്ടിയെങ്കിൽ 2ാമത്തെ ഹുക്കും കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. 2ാമത്തേത് 7:25 വായിക്കാം. എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ
സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ. അപ്പം എല്ലാ സമയത്തും സ്വർഗത്തിൽ ആര് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്? നേരത്തെ കുറെ മധ്യസ്ഥന്മാരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയവരുടെയും ജീവനുള്ളവരുടെയും ഒക്കെ. അവരൊന്നും പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. പക്ഷെ ഈ മഹാപുരോഹിതൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. ഇപ്പോഴും കർത്താവ് പിതാവിൻ്റെ അടുത്ത് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, ചെയ്സ് നഷ്ടപ്പെടരുത്, അവനെ ഇവിടെ എത്തിക്കണം, ഞാൻ അവന് വേണ്ടിയാണ് മരിച്ചത്. അത് തുടർച്ചയാകും. അപ്പൊ പിതാവ് അത് കേൾക്കുവോ? കേൾക്കുവോ ഇല്ലയോ? രണ്ടാമത്തെ തൂക്കിൽ പിടുത്തം കിട്ടുന്നുണ്ടോ? എന്താണ്? അവൻ നമുക്ക് എന്നേക്കുമായ ഒരു മധ്യസ്ഥനായിരിക്കുന്നു. അവന്റെ നിയമരക്തത്താൽ ആരെല്ലാം കർത്താവിന്റെ അടുത്തേക്ക് വന്നോ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ നമുക്ക് മധ്യസ്ഥനായി എപ്പോഴും പിതാവിനും നമുക്ക് ഇടയിൽ നിൽക്കുന്നു. രണ്ട് തൂക്കിലും പിടുത്തം കിട്ടിയോ? ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എല്ലാവരും രക്ഷപ്പെടേണ്ടതല്ലേ? നമ്മൾ കുറെ പേരല്ലേ രക്ഷപ്പെടുന്നുള്ളൂ. അതെന്താ പാസ്റ്റർ? അതിന്റെ ഉത്തരം നമ്മളൊരു പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. ഓക്കെ, 8:30 ഇനി നിങ്ങളെ ഞരങ്ങിപ്പിക്കുന്നില്ല. യേശു ക്രിസ്തു ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമുക്ക് മനുഷ്യന്റെ ഫിലോസഫി എല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കാം. മഹാപുരോഹിത പ്രാർത്ഥന, നമുക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ലിസ്റ്റ് കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ? ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോന്ന് മാത്രം നോക്കാവുള്ളൂ, വേറെ ആരുടെയും പേര് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ലോങ് ലിസ്റ്റാണ്. അത് നമുക്കൊന്ന് നോക്കാം. കർത്താവ് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഇതിനകത്ത് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? അതുകൊണ്ട് ഭയങ്കര പ്രത്യാശയുള്ളവരായിട്ട് വീട്ടിലോട്ട് പോകത്തില്ലേ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഞാൻ അവർക്ക് വേണ്ടി, ഇത് മഹാപുരോഹിത പ്രാർത്ഥനയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട്. അപ്പൊ അതിനകത്ത് ശിഷ്യന്മാർ 11 പേരുടെ പേര് കിട്ടി. അവർ 11 പേര് അതിനകത്തുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല. ഈ ലിസ്റ്റിൽ ഞാനില്ല. ഈ ലിസ്റ്റിലെ 11 ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഇനി ആ ലിസ്റ്റിൽ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ ഒറ്റയടിക്ക് വായിക്കാം. നിങ്ങളുടെ പേരുണ്ടോ നോക്കിയോണേ. നിങ്ങളുടെ പേരുണ്ടോ കണ്ടാൽ നിങ്ങൾ കൈ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞേക്ക്. ഓക്കെ, 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, അതായത് അപ്പോസ്തലന്മാരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മുട്ടുകുത്തി രക്തം വിയർപ്പാക്കി പറഞ്ഞു, ചെയ്സ് നഷ്ടപ്പെട്ടു പോകരുത്, അവൻ അവിടെ കാണണം. ഈ മധ്യസ്ഥത ഇന്നും തുടരുകയാണ് നമുക്ക് വേണ്ടി. എത്ര പേര് സ്വർഗത്തിൽ പോകും കർത്താവ് ഇന്ന് വന്നാൽ? പോകുമോ? ഈ പ്രത്യാശ നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു ഉദ്ദേശവും ഇല്ല. ഇഫ് യു ആർ ഫുൾ ഓഫ് ഹോപ്പ്, യു ആർ ഫുൾ ഓഫ് ഫെയ്ത്ത്. ഈ വിശ്വാസത്തിന്റെ ഉറപ്പ് നിങ്ങൾ കിട്ടുമ്പോഴാണ് മരിക്കാൻ നമുക്ക് പേടിയില്ല. കാരണം അടുത്ത മോമെന്റിൽ വി ആർ ഷുവർ ദാറ്റ് വി വിൽ ബി വിത്ത് ഗോഡ്. പക്ഷെ നമുക്ക് ആ ഒരു ഉറപ്പില്ലെങ്കിൽ ഒരു മിഷണറി ഉണ്ടാവില്ല. ഈ മിഷണറി പോയ പിള്ളേർക്കെല്ലാം ഭയങ്കര ഉറപ്പ്, അവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കാണും. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയുള്ളൂ. ആ നീതി അങ്ങനെ വരുന്നേ. നീതി എങ്ങനെ വരുന്നേ? ഒരാള് എന്നോട് പറയാണ്, ചെയ്സേ, മോശ വന്ന് എന്നോട് പറയാ, ചെയ്സേ, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അത് ദുഷ്ടന്മാരോടാ. അല്ല സോറി, ഒരു പല്ലിന് പകരം പല്ല, കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ. കാരണം ഒരു പല്ല് പോയാൽ ഇവൻ പോയി 32 പല്ല് ഇളക്കും. ഇസ്രായേൽ കാണുന്നില്ല ചെയ്യുന്നത്. ഹമാസുകാർ ഒരു പല്ല് ഇളക്കുമ്പോൾ അവന്മാർ പോയി 32 പല്ല് ഇളക്കും. അത് അവരുടെ സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് കർത്താവ് പറഞ്ഞു, ഒരു പല്ല് ഇളക്കിയാൽ നീയും പോയി ഒരു പല്ല് ഇളക്കിക്കോ. അത് ദുഷ്ടന്മാർക്കുള്ളതാ, നിനക്കുള്ളതല്ല. നിനക്കുള്ളത് കരണത്തടിച്ചാൽ മറ്റേ കരണവും. അപ്പൊ ഞാൻ മോശയോട് ചോദിക്കും, മോശെ, അയാൾ ജിമ്മാണ്, ഞാൻ വെറും തടിയനാന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് എൻ്റെ തലയിൽ നിന്ന് മൂക്കിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്. അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോയാൽ എനിക്ക് എന്ത് കിട്ടും? ഇപ്പൊ മോശ പറയും, ദേശത്ത് നിന്നെ മാനിക്കാം, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും. ഞാൻ ചത്തുപോയിട്ട് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? അപ്പം പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കുറേ നാൾ ജീവിച്ചിരിക്കണം, മരിക്കാന്ന് പറ്റത്തില്ല. അപ്പൊ ഒരാൾ കർണക്കുറ്റികൾ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം, അല്ലെ ഓടണം. അല്ലാതെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം നിന്നാൽ ഈ വാഗ്ദത്തങ്ങൾ സെപ്റ്റംബറിൽ നടക്കാനുള്ള വിടുതലെല്ലാം ബാക്കിയാ. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഒരു കരണം തരിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചത്തുപോയാൽ നീ എൻ്റെ കൂടെ പറുദീസായിലിരിക്കും. മതി, നിന്റെ കൂടെ ഇരിക്കുമെങ്കിൽ. അപ്പൊ നീതിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പ്രത്യാശ ഉണ്ടെങ്കിലേ ഈ പുതിയ നിയമത്തിന്റെ നീതിയിലേക്ക് നമുക്ക് നോക്കാൻ പോലും പറ്റുള്ളൂ. അതാണ് ഹോപ്പ് കംസ് ഫസ്റ്റ്, ആൻഡ് ബൈ ദാറ്റ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, അഷുറൻസ് ഓഫ് ഹോപ്പ്, അതാണ് ഫെയ്ത്ത്. ഈ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം എന്ന പാലത്തിലൂടെയാണ് നമ്മൾ ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ദൈവം അവന്റെ ആണയാൽ സൃഷ്ടിച്ച പാലമാണ്.
എങ്ങനെ ആ പാഠം നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്, ഈ ഫെയ്ത്ത് നമുക്കുണ്ടായത്? ബിക്കോസ് ഓഫ് ഗോഡ്സ് ഡിക്രി. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് അവന്റെ വാഗ്ദത്തം, വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വാഗ്ദത്തം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറായിട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് തന്ന പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, പ്രത്യാശയുടെ സ്വീകാരം അവസാന നിമിഷം വരെ മുറുകെ പിടിക്കുവാൻ കർത്താവ്, അത് ഞങ്ങൾ അങ്ങയുടെ നീതിയും അങ്ങയുടെ വിശുദ്ധിയും അങ്ങയുടെ തേജസ്സും അനുഭവിച്ച് അങ്ങയോടൊപ്പം ഇരിക്കുന്നത് വരെയും കർത്താവ്, ഈ പ്രത്യാശ ഞങ്ങളെ നടത്തുമാറാകണമേ. കർത്താവെ, അതിൽ ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ. ഈ കേൾക്കുന്ന ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തം, അങ്ങയുടെ ഡിക്രി, അങ്ങയുടെ ആണ വിശ്വാസമായി മാറണമെന്നടിയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.